August is the month of supernatural excellence. നമുക്ക് നിൽക്കുമ്പോൾ തന്നെ ആ പ്രഖ്യാപനം ഒന്നുകൂടെ പറഞ്ഞ ശേഷം അടുത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് മൂന്നാമത്തെ ആഴ്ചയിലാണ്. മൂന്നാമത്തെ ആഴ്ചയിൽ എല്ലാവരും എഴുതുക. ആദ്യത്തെ ആഴ്ചയിൽ ദ സ്പിരിറ്റ് ഓഫ് എക്സലൻസ് എന്താണെന്ന് നമ്മൾ കണ്ടു. രണ്ടാമത്തെ ആഴ്ചയിൽ കൾട്ടിവേറ്റ് ഇൻറ്റഗ്രിറ്റി, പരമാർത്ഥത വികസിപ്പിച്ചെടുക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തെ ആഴ്ചയിൽ പർസ്യൂ സ്കിൽ. ഇന്ന് പർസ്യൂ സ്കിൽ, നൈപുണ്യതയെ പിന്തുടരുക. ഇന്ന് അതിൻ്റെ തലക്കെട്ട് എഴുതുക, നൈപുണ്യതയെ പിന്തുടരുക. ഈ ഭൂമിയിലേക്ക് ഏതെങ്കിലും ഒരു മറ്റേണിറ്റി വാർഡിൽ, ലേബർ റൂമിൽ ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ ആ കുഞ്ഞിനകത്ത് ദൈവം കുറേയധികം കാര്യങ്ങൾ അകത്ത് വെച്ചിട്ടുണ്ട്. ചില കുഞ്ഞുങ്ങളുടെ അകത്ത് ഭാഷകളുടെ ഒരു കഴിവ് വെച്ച് കാണും. പല ലാംഗ്വേജുകൾ പഠിക്കുക, പല ലാംഗ്വേജിൽ സംസാരിക്കുക, തർജ്ജമ ചെയ്യുക, അങ്ങനെയുള്ള കഴിവുകളായിരിക്കും. ചിലർക്ക് പാടാനായിരിക്കാം, നന്നായി സംഭാഷണം നടത്താൻ കഴിവുള്ളവർ കാണും. ചില പെൺകുട്ടികൾ ജനിക്കുമ്പോൾ വളരെ നന്നായി ഒരു കുടുംബം നോക്കാനുള്ള കഴിവ് ആ കുഞ്ഞിനകത്തേ ഉണ്ട്. എംബ്രോയിഡറി വർക്കുകൾ ചെയ്യാനുള്ള കഴിവ് കാണും. ചിലർക്ക് നല്ല ഡ്രൈവേഴ്സ് ആകാനുള്ള കഴിവാണ്, പൈലറ്റ്സ് ആകാൻ കഴിവ് കാണും. ചിലർക്ക് ഡോക്ടേഴ്സോ, ചിലർക്ക് ടീച്ചിങ് ഗിഫ്റ്റ് ആയിരിക്കും. ഒരു കഴിവുമില്ലാതെ ഒരു കുഞ്ഞും ജനിക്കുന്നില്ല. ഞാൻ കുറച്ച് മുമ്പ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഈ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ അല്ലെങ്കിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള റിച്ചസ്റ്റ് പ്ലേസസ്, അതിൽ 6 എണ്ണവും സ്വിറ്റ്സർലൻഡിൽ കിടക്കുന്നത്. സൂറിച്ച് തുടങ്ങി ഇങ്ങോട്ടുള്ള 6 എണ്ണം അവിടെ കിടപ്പുണ്ട്. 7ാമത്തെ സ്ഥാനത്ത് വരുന്നത് ന്യൂയോർക്ക് സിറ്റിയാണ്. മാൻഹാട്ടൻ ഏരിയയിലൊക്കെ ജീവിക്കണമെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഭയങ്കരമാണ്. ഒരു ഫ്ലാറ്റിൻ്റെ വില ചിന്തിക്കാൻ പോലും പറ്റില്ല. ദുബായ് മോശമാണോ, ഹോങ്കോങ് മോശമാണോ? ഇങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ ഗോൾഡ് മൈൻസ് ഉണ്ട്, ഡയമണ്ട്സ് കട്ട് ചെയ്തെടുക്കാവുന്ന സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ഭൂമിയിലെ ഏറ്റവും വില കൂടിയ സമ്പന്നമായ സ്ഥലങ്ങളായിട്ട് അറിയപ്പെടും. ജ്ഞാനിയായ ഒരു മനുഷ്യൻ പറഞ്ഞു, ന്യൂയോർക്ക് സിറ്റിയോ ഈ സ്വിറ്റ്സർലൻഡിലുള്ള പട്ടണങ്ങളോ അല്ലെങ്കിൽ സാൻ ഫ്രാൻസിസ്കോയോ ഇതൊന്നുമല്ല സമ്പന്നമായ സ്ഥലം. ഏറ്റവും സമ്പന്നമായ സ്ഥലം ഒരു സെമിത്തേരിയാണ്. കാരണം ആ മണ്ണിനടിയിൽ ഇതുവരെ പാടാത്ത പാട്ടുകൾ, ഇതുവരെ പ്രസംഗിക്കാത്ത പ്രസംഗങ്ങൾ, ഇതുവരെ ബിൽഡ് ചെയ്യാത്ത പല ബിൽഡിങ്ങുകൾ, ഇതുവരെ നിറവേറാത്ത സ്വപ്നങ്ങൾ, ചെയ്തു തീർക്കാത്ത പ്രോജക്റ്റുകളെല്ലാം കിടക്കുന്നതിൻ്റെ ആ സെമിത്തേരി കിടപ്പുണ്ട്. അതുകൊണ്ട് ഭൂമിയിൽ ഏറ്റവും സമ്പന്നമായ സ്ഥലം ഒരു സെമിത്തേരിയാണ്. ഒരു ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിൽ കർത്താവ് പ്ലാൻ ചെയ്തിരിക്കുന്ന കഴിവുകൾ ആയുസ്സുകൊണ്ട് അത് വികസിപ്പിച്ച്
ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ള ഒരു ജീവിതം ജീവിച്ച് അതിൻ്റെ റിവാർഡ് കിട്ടാൻ വേണ്ടിയാണ് ഇവിടുന്ന് കയറിപ്പോണ്ടത്. എന്നാൽ അതിനുപ്പുറത്ത് വെച്ച് അവസാനിപ്പിക്കുകയോ ദൈവം തന്നിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കാതിരിക്കുകയോ ചെയ്താൽ ദാറ്റ് ലൈഫ് ഈസ് എൻ അൺഫുൾഫിൽഡ് ലൈഫ്. ഡോക്ടർ മൈൽസ് മൊൺറോ എന്നു പേരിലൊരു വലിയൊരു ദേവദാസനുണ്ടായിരുന്ന ബഹാമസിൽ. അദ്ദേഹം ഒരു പ്ലെയിൻ ക്രാഷിലാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പുള്ള 12 പേരും ഒരു വലിയ ക്രെയിനിൻ്റെ നീണ്ടു നിൽക്കുന്ന കമ്പിലെന്തോ ഇടിച്ച് അദ്ദേഹത്തിൻ്റെ ജെറ്റ് തകർന്നു മരിച്ചു. എന്നാൽ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ TV ഷോയിൽ അദ്ദേഹം തന്നെ ഇങ്ങനെ ടോക്ക് നടക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് മുഴുവൻ ഒഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ദൈവം എനിക്ക് തന്നതെല്ലാം ഞാൻ ഈ ഭൂമിയിലേക്ക് പകർന്നു കഴിഞ്ഞു. ആൻഡ് നത്തിങ് ഈസ് ലെഫ്റ്റ് ഇൻ മീ. ഐ എം എംപ്റ്റി. എല്ലാം കൊടുത്തു. അതിനുള്ള അദ്ദേഹം അനേക പുസ്തകങ്ങൾ എഴുതി, ബിസിനസ് സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. ബഹാമസിലെ ഏറ്റവും വലിയ ചർച്ച് അദ്ദേഹം പണിതു. ബഹാമസ് ഫെയ്ത്ത് മിനിസ്ട്രീസ് സ്ഥാപിച്ചു. നിരവധി ഗവൺമെൻറ്റുകൾക്ക് അദ്ദേഹം ഒരു ഉപദേശകനായിരുന്നു. അദ്ദേഹം തന്നെ ഒരു അംബാസഡറായിരുന്നു. ചെയ്യാവുന്നതെല്ലാം അദ്ദേഹം ചെയ്തു. 59 വയസ്സെന്തോ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദൈവം തന്നതെല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം അധികം താമസിയാതെ അദ്ദേഹം പോവുകയും ചെയ്തു. അധികം പ്രായമായോ? ഇല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലറിയാം, ദൈവം തന്ന അസൈൻമെൻറ്റ് പൂർത്തിയാക്കി. സഭയോട് ചോദിക്കുന്നു, സഭകളോട് ചോദിക്കുന്നു, ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുള്ള എന്താണോ അത് കണ്ടെത്തിയിട്ടുണ്ടോ? അത് വികസിപ്പിച്ചിട്ടുണ്ടോ? അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? കൈകൾ നെഞ്ചിൽ വെച്ച് കണ്ണുകളടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കും. Psalm 78 and verse number 72. 78-ാം സങ്കീർത്തനം 72-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ്: അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. ഇംഗ്ലീഷിൽ നോക്കാം. ആൻഡ് ഡേവിഡ് ഷെപ്പേർഡഡ് ദം വിത്ത് ഇൻറ്റഗ്രിറ്റി ഓഫ് ഹാർട്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. ഇൻറ്റഗ്രിറ്റി ഓഫ് ഹാർട്ട്. ഹൃദയത്തിൽ ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കണം, പരമാർത്ഥത ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ക്യാരക്ടർ. അതിനുശേഷം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്: കൈമിടുക്കോടെ അവരെ നടത്തി. ആ കൈമിടുക്കിൻ്റെ അവിടെ പറഞ്ഞത് സ്കിൽഫുൾ ഹാൻഡ്സ്. സ്കിൽ എന്ന് പറഞ്ഞാൽ കഴിവുകൾ, അല്ലേ? സ്കിൽ, കഴിവ്, നൈപുണ്യം. ഒന്ന് പരമാർത്ഥ ഹൃദയം, 2 നൈപുണ്യം. ഇടത്തെ കൈ നെഞ്ചിൽ വയ്ക്കുക, പരമാർത്ഥ ഹൃദയം. ഇവിടെ അടിച്ചിട്ട് പരമാർത്ഥ ഹൃദയം. അടുത്തത് എന്താണ്? കൈമിടുക്ക്. അതാണ് നൈപുണ്യം. അതാണ് ഇന്നത്തെ വിഷയം. പരമാർത്ഥ ഹൃദയം ഒത്തിരി പേർക്കുണ്ട്, പക്ഷെ കൈമിടുക്കില്ലെങ്കിൽ പോയി. ചിലർക്ക് നല്ല കൈമിടുക്ക്, ഭയങ്കര സ്കില്ലാണ്, പക്ഷെ പരമാർത്ഥതയില്ല, ക്യാരക്ടറില്ല, സ്വഭാവം വളരെ മോശമാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് വളരെ സക്സസ്ഫുള്ളായി മാറാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ ആകാൻ താല്പര്യമുള്ളവർ സദസ്സിലുണ്ടെങ്കിൽ കൈ ഉയർത്തി കർത്താവിനെ കാണിക്കുക, ഞാനുണ്ടെന്ന് പറയുക. ഇത് രണ്ടും നമ്മൾ ചെയ്തെടുക്കണം. ഒന്ന് ക്യാരക്ടർ, 2 സ്കിൽസ്. അതിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം: ക്യാരക്ടർ, കരിസ്മ.
ക്യാരക്ടർ ആൻഡ് കരിസ്മ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ക്യാരക്ടർ, കരിസ്മ. എക്സഡസ് 31 വേഴ്സസ് 1-6. പുറപ്പാട് പുസ്തകം 31:1 മുതൽ 6 വരെ നോക്കാം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഇതാ ഞാൻ യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർചൊല്ലി വിളിച്ചിരിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ബെസലേൽ. ഒന്നുകൂടെ, ബെസലേൽ. വായിക്കാം. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഈ ബ്രേക്ക് വരരുത്, സീംലെസ് ആയിട്ട് പോകണം. അല്ലെങ്കിൽ ഒരാൾ ബൈബിൾ എടുത്തിട്ടായാലും വായിക്കണം. നോ ബ്രേക്സ് പ്ലീസ്. ഓക്കെ. അത് ഞാൻ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിന്റെ മകനായ ഒഹോലിയാവിനെ അവനോടുകൂടി ആക്കുകയും സകല ജ്ഞാനികളുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ പറയുന്നൊരു കാര്യം ഇതാണ്, I have filled him with the Spirit of God, with wisdom and understanding, with knowledge and all kinds of skills. ബെസലേൽ, ഇവിടെ നോക്കുക, മോശയോട് ദൈവം പറയുന്നു മുകളിലേക്ക് പോവാ. മോശെ സീനായ് മലയുടെ മുകളിൽ കയറിപ്പോയി. സീനായ് മലയുടെ മുകളിൽ വെച്ച് 2 പ്രാവശ്യം 40 ദിവസം ഉപവസിച്ചു. ആദ്യത്തെ ദിവസം തിരിച്ചു വന്നപ്പോഴാണ് കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നത് കണ്ട് കൽപ്പലകൾ പൊട്ടിച്ചു. രണ്ടാമത് പോയി വീണ്ടും 40 ദിവസം ഉപവസിച്ച് വീണ്ടും അത് എഴുതി കൊണ്ടുവന്നു. ഇതിനിടയിൽ ദൈവം പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഞാൻ ഒന്ന് താമസിക്കാൻ പോവാം. പക്ഷെ നിങ്ങളെല്ലാവരുടെയും ടെൻറ്റിൽ എനിക്ക് കയറി താമസിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ടി നിങ്ങൾ താമസിക്കുന്ന കൂടാരങ്ങളുടെ നടുവിൽ ഒരു ടെൻ്റ് ഉണ്ടാക്കണം. അതിൻ്റെ പേരാണ് ടാബർനാക്കിൾ. എല്ലാം പറഞ്ഞ് സമാഗമന കൂടാരം. സമാഗമന കൂടാരം. അതിനകത്ത് ഞാൻ താമസിച്ചോളാം, നിങ്ങൾ ചുറ്റും ഞാൻ നടുക്കുണ്ടായിരിക്കും. അപ്പോൾ ഇസ്രായേൽ ജനം ഒരു ക്രോസ് ആകൃതിയിലാണ്, ഞാനിവിടെ ഡയഗ്രാമൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരിക്കൽ. കുരിശിൻ്റെ ആകൃതിയിലാണ് 3 ഗോത്രങ്ങൾ വീതം 4 വശങ്ങളിലേക്ക് കിടക്കുന്നത്. അതിൻ്റെ നടുക്കാണ് സമാഗമന കൂടാരം. അപ്പം നമ്മളൊരു ഡ്രോൺ മുകളിലേക്ക് വിട്ട് ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്താൽ, വീഡിയോ എടുത്താൽ എങ്ങനെ കിടക്കും? ക്രോസ്. അതിൻ്റെ നടുക്കാണ് സമാഗമന കൂടാരം. എല്ലാ കൂടാരങ്ങളിലുമുള്ളവർ ആരാധിക്കാൻ വേണ്ടി, യാഗം കഴിക്കാൻ വേണ്ടി സമാഗമന കൂടാരത്തിൽ ഈ നടുക്ക്, അതും പ്രകാരം വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലത്ത് ഞാനുണ്ടായിരിക്കും. അവിടെ ആരും കയറുകയും ചെയ്യരുത്. അന്നത്തെ സിസ്റ്റം അത്രേ പറ്റുള്ളൂ. എന്നാൽ ആ സമാഗമന കൂടാരം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വാക്ക് ത്രൂ വീഡിയോ കർത്താവ് എവിടെ കാണിച്ചു കൊടുത്തു? മലമുകളിൽ മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതേ മോഡൽ അനുസരിച്ച്, ഈ മാതൃക പ്രകാരം നീ താഴെ ഇറങ്ങിച്ചെന്ന് ഇതുണ്ടാക്കണം. പക്ഷെ നീ ഉണ്ടാക്കരുത്, പകരം 2 പേരെ തരാം. എല്ലാവരും പറഞ്ഞ് ബസലേൽ, ഒഹോലിയാബ്. മറ്റോടെ പറഞ്ഞിരിക്കുന്നത്, ഈ ബസലേലിനെ ഞാൻ എൻ്റെ ആത്മാവിൽ നിറച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പലവിധ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യാനും, പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യാനും, രത്നം വെട്ടിപ്പതിപ്പാനും, മരത്തിൽ കൊത്തുപണി ചെയ്യാനും, ഇങ്ങനെ സകലവിധ പണികളും ചെയ്യുവാൻ വേണ്ടി ഞാൻ അവനെ എൻ്റെ ആത്മാവിൽ നിറച്ചിരിക്കുന്നു. ഉൽപ്പത്തി തുടങ്ങിയാൽ പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തിയെ നിറച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്, ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു പുരോഹിതനെയല്ല, പ്രവാചകനെയല്ല, ഒരു രാജാവിനെയല്ല, പകരം ഒരു കരകൗശല പണിക്കാരനെയാണ്. പഠിച്ചു നോക്കിക്കോ, റിസർച്ച് ചെയ്ത് നോക്കിക്കോ.
ഈ അടുത്ത കാലത്തുണ്ട് അതിൽ ഏറ്റവും വലിയ ആശ്വാസം ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വരാൻ പോവുകയാണ്. വെയിറ്റ് അടിക്കല്ലേ പറഞ്ഞു തീർക്കട്ടെ, പറഞ്ഞോട്ടെ. നമ്മുടെയൊക്കെ ചിന്ത ഈ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ഡോക്ടർ ബ്ലസൻ മേമനയ്ക്കും ഇവിടെ ശുശ്രൂഷിക്കാൻ വരുന്ന ദൈവദാസന്മാർക്കുമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. അവർ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വചനം പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, ഇതിനാണ് എന്ത് അഭിഷേകം. ഇതാണ് പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ ഈ വചനത്തിൽ കാണുന്നത് മരം കൊത്തിപ്പണിയാൻ, വെള്ളി കൊണ്ട് പണിയാൻ, പൊന്നുകൊണ്ട് പണിയാൻ, രത്നം വെട്ടി പതിപ്പിക്കാൻ പരിശുദ്ധാത്മാവിനാൽ ഒരാൾ അഭിഷേകം ചെയ്തു. അതിൻ്റെ ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ 2 കാറ്റഗറി ആക്കി തിരിച്ചേക്കുക. ഒന്ന് സ്പിരിച്വൽ മിനിസ്ട്രി, 2 സെക്കുലർ ജോബ്. ഇത് രണ്ടും രണ്ടായിട്ടല്ലേ നമ്മൾ കാണുന്നത്? അല്ലെന്ന് വചനം പറയുന്നു. വചനം പറയുന്നത് ഏത് ജോലി ചെയ്താലും, ദൈവം വിളിച്ചിരിക്കുന്ന ഏത് പണി ചെയ്താലും നിനക്കൊരു അഭിഷേകം കിട്ടും. അടുത്ത ആളോട് ചോദിക്കുക, മനസ്സിലായിട്ടാണോ കൈയടിച്ചത്? മനസ്സിലായിട്ടാണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? എന്താണ് മനസ്സിലായതെന്ന് എന്നോട് പറ. ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ മതി. എല്ലാവർക്കും സംസാരിക്കാം. ഈ സഭ മിണ്ടുന്ന സഭയാണ്, സംസാരിക്കുന്ന സഭയാണ്, സംസാരശേഷിയുള്ള സഭയാണിത്. സംസാരിച്ചേ, എല്ലാവരും സംസാരിക്കും. എല്ലാവരും പറഞ്ഞു, അറിയാവുന്നതൊക്കെ വിളിച്ച് പറഞ്ഞു. ആരും കേൾക്കുന്നില്ല. എല്ലാവരും പറയുന്നതുകൊണ്ട് ആരും ശ്രദ്ധിക്കില്ല. പറഞ്ഞോ. ഏത് ജോലി ചെയ്യാനും കർത്താവ് അഭിഷേകം ചെയ്യും. കണ്ടോ, അംബ്രോസ് പറയുന്നത് ഏത് ജോലി ചെയ്യാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടും. പക്ഷേ എല്ലാവർക്കും വിശ്വാസമായിട്ടില്ല ഇപ്പോഴും. എന്നിട്ട് എന്താണ് എൻ്റെ അവസ്ഥ? ഇങ്ങനെയെന്നല്ലേ ചോദിക്കുന്നത്. ബാക്കി കഥ പറയാം. ഈ ഭൂമിയിൽ ഒരാൾ വളരെ സ്കില്ലോടുകൂടെ ഒരു ജോലി ചെയ്യുന്നത് കണ്ടാൽ കർത്താവ് സന്തോഷിക്കും. റോങ് ക്രൗഡ്. ഇപ്പുറത്ത് വരാം. ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരാൾ വളരെ നല്ല രീതിയിൽ ഒരു തുന്നലായിരിക്കാം, വീട്ടുജോലിയായിരിക്കാം, ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതായിരിക്കും, നന്നായിട്ട് ക്ലീൻ ചെയ്ത് കണ്ണാടി പോലെ ആക്കി. ഒരാളൊരു വീട് വെച്ചു, നന്നായിട്ട് ചെയ്താൽ, നന്നായിട്ട് ജോലി, ഓഫീസിൽ നന്നായിട്ട് ജോലി ചെയ്താൽ, ഒരു ടീച്ചറാണ്, എങ്ങനെയെങ്കിലും പിള്ളേരെ പഠിപ്പിച്ച് എഴുത്, പരീക്ഷ എഴുത് എന്ന് പറഞ്ഞ് വിടുകയല്ല. ഇരുത്തി പഠിപ്പിച്ച് പിള്ളേർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ചാങ്ക പൊളിച്ച് പ്രാർത്ഥിച്ച് പഠിപ്പിച്ച് കർത്താവ് അതിൽ സന്തോഷിക്കും. ആമേൻ, 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 ആമേൻ. God delights in skilled people. എഴുതി വെക്കുക. God delights in skilled people. വളരെ നൈപുണ്യത്തോടുകൂടെ, സാമർഥ്യത്തോടുകൂടെ, കഴിവോടുകൂടെ ഏത് ജോലി ചെയ്യുന്നതിലും ദൈവം സന്തോഷിക്കുന്നു. ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വചനമുണ്ട്, സിറുബാബേലിൻ്റെ കയ്യിലെ തൂക്കുകട്ട കണ്ട് അവൻ സന്തോഷിക്കുന്നു. അങ്ങനെ ഒരു വചനമില്ലേ? തൂക്കുകട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? മെയ്സൺസ് കൽപ്പണി ചെയ്യുമ്പോൾ പിടിക്കുന്ന കട്ടയല്ലേ തൂക്കുകട്ട. അത് കണ്ടിട്ട് കർത്താവ് സന്തോഷിക്കുന്നു എന്ന്. അങ്ങനെയുള്ളവരാരും ഇവിടെ ഇല്ലായിരിക്കാം. നോ പ്രോബ്ലം. വാട്ട് ഈസ് സ്കിൽ? എന്താണ് നൈപുണ്യം? സ്ക്രീനിൽ നോക്കുക. പഠനം, പരിശീലനം, അച്ചടക്കം, അനുഭവം എന്നിവയിലൂടെ ഒരു കാര്യമോ ദൗത്യമോ സ്ഥിരമായി നിർവഹിക്കുവാനുള്ള കഴിവെന്നോ? അതുകൊള്ളാം. അതിൽ തന്നെ എക്സലൻസ് ഉണ്ട്. ഇവിടെ നോക്ക്. സ്കിൽ ഈസ് ദി എബിലിറ്റി ടു കൺസിസ്റ്റൻ്റ്ലി പെർഫോം എ ടാസ്ക് ത്രൂ ലേണിംഗ്, പ്രാക്ടീസ്, ഡിസിപ്ലിൻ ആൻഡ് എക്സ്പീരിയൻസ്. എന്നെങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക?
പഠനം, പരിശീലനം, അച്ചടക്കം, അനുഭവം എന്നിവയിലൂടെ ഒരു കാര്യമോ ദൗത്യമോ സ്ഥിരമായി നിർവഹിക്കാനുള്ള കഴിവാണ് നൈപുണ്യം. ഇത് ഒരു പങ്ക്ച്വേഷൻ പോലും ഇവിടെ മിസ്റ്റേക്ക് ഉണ്ടാകരുത്. അതാണ് എക്സലൻസ്. ഇവിടെ വന്നല്ലല്ലോ തെറ്റ് കണ്ടുപിടിക്കണ്ടേ, ലൈവിൽ പോയിട്ടല്ലല്ലോ തെറ്റ് കണ്ടുപിടിക്കണ്ടേ. അതതിന് മുമ്പ് അതിൻ്റെ ആളുകൾ കൃത്യമായി കറക്റ്റ് ചെയ്ത് ഇവിടെ പ്രസൻറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സലൻസ്. അത് ഓഗസ്റ്റ് മാസത്തിൽ സ്റ്റാർട്ടാവണ്ടേ? സഭ ആമേൻ പറ. 5 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറയുന്നു. നമ്പർ 1, ഗോഡ് ഈസ് എ സോഴ്സ് ഓഫ് ഓൾ സ്കിൽ. ദൈവമാണ് സകല നൈപുണ്യത്തിൻ്റെയും ഉറവിടം. ഇവിടെ ഇരിക്കുന്ന പലർക്കും നൂറുകണക്കിന് കഴിവുകളാണ് കയ്യിലിരിക്കുന്നത്, നൂറുകണക്കിന്. ചിലർക്ക് കായികാഭ്യാസമായിരിക്കാം, സ്പോർട്സ് ആയിരിക്കാം, ഗെയിംസ് ആയിരിക്കാം. ഇതെല്ലാം എവിടെ നിന്ന് വന്നു? ജനിച്ചപ്പോൾ അങ്ങ് വന്നതല്ല. നമ്മൾ പറയണ്ട അമ്മക്ക് നന്നായിട്ട് പാടാൻ അറിയുന്നുണ്ട്, അവളും പാടും. ശരിയാണ്, അങ്ങനെ ചിലത് കൈമാറി കിട്ടും. പക്ഷേ ഇത് ഒറിജിനലി എവിടെ നിന്നാണ് വന്നത്? ദൈവത്തിൽ നിന്നാണ് വന്നത്. ഭാഷകൾ ചിലർക്ക് പെട്ടെന്ന് വഴങ്ങും. എവിടെ നിന്ന് കിട്ടി? പരിശുദ്ധാത്മാവാണ് ഭാഷകളുടെ ഉറവിടം. ദൈവത്തിൽ നിന്നാണ് അത് വരുന്നത്. എല്ലാ കഴിവുകളും ദൈവത്തിൽ നിന്ന് വരുന്നു. പുറപ്പാട് ദിവസം 31:3 വായിക്കുക. ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. അപ്പം ദൈവമാണ് ഈ കഴിവുകൾ കൊണ്ട് നിറയ്ക്കുന്നത്. അടുത്തൊരക്ഷരം എഴുതുന്നതിന് മുമ്പ് എഴുത്ത് നിർത്തിയിട്ട് കൈ ഉയർത്തി നന്ദി പറഞ്ഞേ. ആദ്യം തന്നെ, കർത്താവേ, എനിക്ക് നീ തന്നിരിക്കുന്ന കഴിവുകൾക്കായി നന്ദി. ഇനി ഏറ്റവും വലിയൊരു പ്രശ്നം പറയാം, കർത്താവ് എനിക്ക് ഒരു കഴിവും കർത്താവ് തന്നില്ല. ഇതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ പച്ചക്കള്ളം, കല്ല് വെച്ച കള്ളമാണെന്ത് ഇപ്പോൾ പറഞ്ഞത്. എനിക്ക് ഒരു കഴിവുമില്ല. അങ്ങനെ ആരും ഇതുവരെ ജനിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കാണും അകത്ത്. പലരും അത് കണ്ടെത്തുന്നില്ല, എക്സ്പ്ലോർ ചെയ്യുന്നില്ല. എൻ്റെ കഴിവ് എന്താണെന്ന് എനിക്കറിയില്ല, അതാണ് എൻ്റെ കഴിവ് കേട്. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നിൽ അങ്ങ് പകർന്നിരിക്കുന്ന കഴിവുകൾ കണ്ടെത്താനും തിരിച്ചറിയുവാനും എന്നെ സഹായിക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, അങ്ങ് എൻ്റെ അകത്തിട്ടിരിക്കുന്ന കഴിവുകൾ കണ്ടെത്തുവാനുള്ള ദിവ്യജ്ഞാനം പരിശുദ്ധാത്മാവെ എനിക്ക് നൽകണമേ. കർത്താവെ, അതിനെ തിരിച്ചറിയുവാനും അതിനെ മനസ്സിലാക്കാനും അതിനെ പുറത്തെടുക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 1 Corinthians 4:7 വായിക്കാമോ? വാട്ട് ഡു യു ഹാവ് ദാറ്റ് യു ഡിഡ് നോട്ട് റിസീവ്? നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി. മതി. ഒരു ചോദ്യം ഇതാണ്, ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? അതായത് ദൈവം തന്നതല്ലാതെ നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരാളും അഹങ്കരിക്കരുത്. ദൈവം തന്ന കൃപ മാത്രമേ നമുക്കുള്ളൂ. ദൈവത്തിൽ നിന്ന് പകർന്നു കിട്ടിയ കഴിവുകളുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. അത് ഈ ജീവിതകാലത്ത് ആ കഴിവുകൾ കണ്ടെത്തി അതിനെ വികസിപ്പിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ ജീവിതം പോയി. ഉൽപ്പത്തി പുസ്തകം 4:21-22 നോക്കാം. അവന്റെ സഹോദരന് യൂബാൽ എന്നു പേർ. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞു, യൂബാൽ. ആരാണ് ഈ കക്ഷി? വായിക്കാം. ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. സില്ല തൂബൽ കൈയിനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. ഇവിടെ 2 കക്ഷികൾ അവതരിപ്പിക്കുന്നു. വൺ ഈസ് ജൂബൽ ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ട്യൂബൽ കെയിൻ. 2 ആളുകളെ പറഞ്ഞിട്ടുണ്ട്. ഈ ആളുകളുടെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത്, മനുഷ്യകുലം ഇങ്ങനെ വികസിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, തലമുറകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പറയുകയാണ്, ജൂബൽ ഈസ് ദ ഫാദർ ഓഫ് ഓൾ ഹൂ പ്ലേ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ്.
ആൻഡ് പൈപ്സ്. അപ്പോൾ ഈ കമ്പികളുള്ള സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവരുടെ അപ്പനാരാ? യൂബാൽ. യൂബാൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗിറ്റാറൊക്കെ വായിക്കുമ്പോൾ, വയലിനൊക്കെ വായിക്കുമ്പോൾ ഓർക്കണം ഞങ്ങളുടെ പിതാവ് ആരാണ്? യൂബാൽ. കാരണം പുള്ളിയാണ് ഇതിന് തുടക്കം ഇട്ടത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ തൊട്ട് താഴെ പറയുന്നൊരു കാര്യം, ഫോർ ഓൾ കൈൻഡ്സ് ഓഫ് ടൂൾസ് ഔട്ട് ഓഫ് ബ്രോൺസ് ആൻഡ് അയൺ. ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവൻ. പണിയായുധങ്ങൾ ആദ്യമായി ഉണ്ടാക്കാൻ തുടങ്ങിയത് തൂബൽ കെയ്ൻ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ആരെങ്കിലും ഒരു മമ്മട്ടി എടുത്ത് മണ്ണ് കൊത്തുമ്പോൾ ഓർക്കണം, ഇതാരാ തുടക്കം വിട്ടത്? തൂബൽ കെയ്ൻ എന്ന് പറയുന്ന ഒരാളാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. എവിടെ നിന്ന് കിട്ടി ഈ കഴിവ്, ഇതുണ്ടാക്കാനുള്ള കൃപ? ഇങ്ങനെ ഡിസൈൻ ചെയ്ത ഷാർപ്പായിട്ടുള്ള റെഡ്ജ്, അതിനൊരു പിടി കൊത്താൻ, ഇതൊക്കെ എവിടെ നിന്ന് വന്നു? നമ്മൾ വിചാരിക്കും ഇങ്ങനെ അപരിഷ്കൃതനായിരുന്ന അൺസിവിലൈസ്ഡ് ആയിരുന്ന ആളുകൾ പതുക്കെ പതുക്കെ മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചു വന്നപ്പോൾ ശിലായുഗത്തിൽ നിന്നും പിന്നെ ബ്രോൺസ് യുഗത്തിലേക്ക് അങ്ങോട്ട് വന്ന സമയത്ത് ഇത് ഇങ്ങനെ ഉണ്ടായത്. പക്ഷേ ഇത് ഒറിജിനലി എവിടെ നിന്നാണ് വന്നത്? ദൈവത്തിൽ നിന്ന് വന്നു. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരൊന്ന് കൈ ഉയർത്താമോ? നല്ല ഹാൻഡ് റൈറ്റിംഗ്, കൈയുള്ളവരല്ല, ഹാൻഡ് റൈറ്റിംഗ് ഉള്ള, നന്നായിട്ട് കൈപ്പടയുള്ളവരൊന്ന് കൈ ഉയർത്തുക. കുറേ പേര് ഉയർത്തിയിട്ടുണ്ട്, ഇതൊന്ന് കാണണം എപ്പോഴെങ്കിലും. എവിടെ നിന്നാണത് കിട്ടിയത്? ദൈവത്തിൽ നിന്ന്. കൽപ്പലകയിൽ കർത്താവ് മര്യാദക്ക് നല്ല സൂപ്പർ അക്ഷരം കർത്താവ് എഴുതി കൊടുത്തു. അതാണ് മോശ തല്ലിപ്പൊട്ടിച്ച് തന്നെ എഴുതാൻ പറഞ്ഞു, വെട്ടിയെടുത്തു. ഓരോ കഴിവുകൾ നമ്മിൽ വെളിപ്പെടുമ്പോൾ, മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, അതിന് സർട്ടിഫിക്കറ്റും മെഡലും ട്രോഫിയും ക്യാഷ് അവാർഡൊക്കെ കിട്ടുമ്പോൾ, ഗ്രാമി അവാർഡൊക്കെ കിട്ടുമ്പോൾ ഒന്ന് മുകളിലോട്ട് നോക്കണം. കർത്താവേ, അങ്ങ് തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. പ്രസംഗം സ്റ്റക്കായിട്ടല്ല കേട്ടോ, ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് ഇട്ടതാണ്. തിങ്ക് ബ്രേക്ക്. ഒന്ന് ചിന്തിക്കുക, ദൈവം തന്നതല്ലാതെ എന്തുണ്ട്? ഇന്ന് വന്നിരിക്കുന്ന സദസ്സിനോട് ഞാൻ പറയും, ഒരു ഞായറാഴ്ച ആരാധന മുടക്കരുത്. ബഹിരാകാശത്ത് ഇലോൺ മസ്കുമായിട്ട് അടുത്ത ഞായറാഴ്ച 10:30 മണിക്ക് സൂക്ഷം ഒരു കോൺഫറൻസ് ഉണ്ടെങ്കിലും ക്യാൻസൽഡ്. ഇവിടെ വരണം. തന്നത് കൊണ്ടല്ലേ ഉള്ളത്. അത് ആരാധിക്കാൻ നന്ദി പറയാനും വരണം. മൂടുള്ളപ്പോൾ ആരാധിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. സൗകര്യമുള്ളപ്പോൾ, വേറെ പ്രോഗ്രാമൊന്നും ഇല്ലെങ്കിൽ ബ്ലെസ്സിംഗ് ടുഡേയിൽ വന്ന് ആരാധിക്കാമെന്ന് പറയുന്നതിന് ദൈവത്തോട് നന്ദിയില്ല. ബൈബിളിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്, ഞാനല്ല ബൈബിൾ എഴുതിയത്, ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കാത്തവന് ശപിക്കപ്പെട്ടവൻ. എൻ്റെ സ്ത്രീലിംഗം എന്താണെന്നുള്ളത് സ്ത്രീകൾ ചിന്തിക്കുക. Number 2, skill development requires practice. നിപുണത വളർത്തിയെടുക്കാൻ പരിശീലനം ആവശ്യമാണ്. എന്ത് കഴിവാണേലും പരിശീലനം വേണം. സ്വിമ്മിങ് അറിയാവുന്ന എത്ര പേരുണ്ട്? നീന്തൽ അറിയാവുന്നവർ നന്നായിട്ട് കൈ ഉയർത്തുക. ഓ മൈ ഗോഡ്, കുറേ പേർക്ക്. ഞാൻ കരയിൽ മാത്രമേ നീന്താറുള്ളൂ, വെള്ളത്തിൽ അധികം നീന്തിയിട്ടില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കഥ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വേണ്ട, ക്യാൻസൽഡ്, സമയമില്ല, അതിലോട്ട് പോകുന്നില്ല. ഏത് കഴിവും വികസിപ്പിച്ചെടുക്കാൻ പരിശീലനം വേണം. ഇന്ന് കൊയർ ഇവിടെ പാടുന്നുണ്ട്, പ്രാക്ടീസ് നടന്നു.
ചിലപ്പോൾ സാറ്റർഡേ, ചിലപ്പോൾ സൺഡേ മോർണിംഗ്, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ്, അല്ലെങ്കിൽ ഒരു ടൈം ഫിക്സ് ചെയ്യും. ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കണമെങ്കിൽ എത്ര നേരമാണ് പിള്ളേർ കിടന്ന് ഡാൻസ് കളിക്കുന്നു. പാട്ട് വെച്ച് വീഡിയോ ഇട്ട് കളിച്ച് 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 തെളിഞ്ഞ് 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 ഒരു തൃപ്തി വരുമ്പോഴാണ് പ്രാർത്ഥിച്ച് കയറുന്നത്. പുറപ്പാട് പുസ്തകം 35-34, എക്സഡസ് 35-34. അവൻ്റെ മനസ്സിലും ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിൻ്റെ മകനായ ഒഹോലിയാവിൻ്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിപ്പാൻ അവൻ തോന്നിച്ചിരിക്കുന്നു. ഇവിടെ ഈ ബസലേലിനും ഒഹോലിയാബിനുമൊക്കെ ദൈവം പരിശുദ്ധാത്മാവിൽ നിറച്ച് കഴിവുകളൊക്കെ കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത് വെച്ചുകൊണ്ടിരിക്കരുത്, ഇതുപോലെ കഴിവുള്ളവരെ നിങ്ങൾ ട്രെയിൻ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എ സക്സസ് വിത്തൗട്ട് എ സക്സസർ ഈസ് എ ഫെയിലിയർ. മലയാളം പറഞ്ഞു കൊടുക്കാം. പിൻഗാമി ഇല്ലാത്ത വിജയം പരാജയമാണ്. എഴുതി വെക്കുക. ഒരു പിൻഗാമി ഇല്ലാത്ത വിജയം പരാജയമാണ്. നന്നായിട്ട് തയ്ക്കാൻ അറിയാവുന്ന ഒരു ലേഡിയാണ് നിങ്ങളെങ്കിൽ, കുറച്ചധികം പെണ്ണുങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? തയ്യൽ പഠിപ്പിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ചിലരുണ്ട്, ഈ ട്രേഡ് മാർക്കാണ് ചിലർക്കൊക്കെ ഭയങ്കര, എന്താ ഇതിനെ പറയുന്നത്, ഒരു സാധനം ഉണ്ടല്ലോ, ട്രേഡ് സീക്രട്ട് അല്ലേ? ഒരു ട്രേഡ് സീക്രട്ട് ഉണ്ട്, അത് ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ആറന്മുള കണ്ണാടി പോലെയാണ്. അതിൻ്റെ ലോഹക്കൂട്ട് ഇന്ന് വരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. അവസാനത്തെ ആളും കൂടി മരിച്ചു കഴിഞ്ഞാൽ ആറന്മുള കണ്ണാടി ഇനിയില്ല, അത് പറഞ്ഞു കൊടുക്കില്ല. ഒത്തിരി പേർക്ക് പെരുന്തച്ഛൻ കോംപ്ലക്സ് ഉണ്ട്. എന്ത് സാധനമാണ്? അടുത്ത ആളുകളൊന്നും എൻ്റെ പോലെ ആകരുത്, എന്നേക്കാൾ കഴിവുള്ളവരാകരുത്. അതുകൊണ്ട് ചിലതൊന്നും ആരും പറഞ്ഞു കൊടുക്കില്ല. ചില വൈദ്യന്മാരുണ്ട്, ആ വൈദ്യന്മാരുടെ മരുന്നിൻ്റെ കൂട്ട് അവർ മരണക്കിടക്കയിൽ വെച്ച് ഒരു മകന് പറഞ്ഞു കൊടുക്കും. കാരണം അത് അവരുടെ കുടുംബത്തിൻ്റെ കുലത്തിൻ്റെ പൈതൃകമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇത് പോയ പിന്നെ ബിസിനസ് പോയില്ലേ. ദൈവമക്കൾ അങ്ങനെയാകരുത്. പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, 2 തിമോത്തിയോസ് 2-ാമത്തെ വചനത്തിൽ പറയുന്നു, നീ എന്നോട് പഠിച്ചതൊക്കെ മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കണം, എന്നിട്ട് നീ ചാകാവൂ. അപ്പോൾ പൗലോസിൽ നിന്ന് തിമോത്തിയോസ് കേട്ടു. തിമോത്തിയോസ് എന്ത് ചെയ്തു? വിശ്വസ്തരായ ചിലരെ ഭരമേൽപ്പിച്ചു. അവർ അടുത്തതല്ല. അപ്പം 4 തലമുറ ഇൻഫർമേഷൻ കൈമാറി. സുവിശേഷം 4 തലമുറയിലെത്തിയില്ലേ? കൈത്തൊഴിൽ, കുലത്തൊഴിൽ, നന്നായിട്ട് പാചകമറിയാവുന്ന സൂപ്പർ താരങ്ങൾ ഇതിനകത്തിരിപ്പുണ്ട്. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വെക്കുന്ന നല്ല സൂപ്പർ മീൻകറി, ഇപ്പം തന്നെ വായിൽ കപ്പൽ ഓടിക്കാം, ആ മീൻകറി കുറേ പേരെ പഠിപ്പിക്കണം. മക്കളെയോ മരുമക്കളെയോ കിട്ടുന്ന അനിയത്തിമാരൊക്കെ നന്നായിട്ട് പഠിപ്പിക്കണം. അതല്ലാതെ എൻ്റെ ട്രേഡ് സീക്രട്ടായിട്ട് അത് വെച്ചുകൊണ്ടിരിക്കരുത്. ചിലരെല്ലാം പറഞ്ഞു കൊടുക്കും, 2 കാര്യം പറയില്ല. അല്ല, ഇവൾ പോയി വേറെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലോ? നമ്മുടെ ഇത് പോവില്ലേ? പൗലോസ് ഒരു കാര്യം പറഞ്ഞു അപ്പോസ്തലപ്രവൃത്തിയിൽ 20-ാം അധ്യായത്തിൽ, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ എല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എത്ര നാൾ വെച്ചുകൊണ്ടിരിക്കും? ശവപ്പെട്ടിയിലോട്ട് അതും കൊണ്ട് കയറാനാണോ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ വിജയം നിങ്ങൾ എത്ര പേരെ പഠിപ്പിച്ചെടുക്കുന്നു എന്നുള്ളതിലാണ്. ഞാനിവിടെ ഇരിക്കുന്ന ഡ്രമ്മേഴ്സ് തുടങ്ങിയുള്ള എല്ലാ മ്യൂസീഷ്യൻസിനോടും വർഷങ്ങളായി പറയുന്നൊരു കാര്യമാണ്, ഒരു 5 പേരെ, ഒരു 10 പേരെയെങ്കിലും നിങ്ങൾ ട്രെയിൻ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഫെയിലിയറാണ്.
കൈകൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കും. ഈ ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഞാൻ പറയാം, കർത്താവ് ഇതൊന്നും നമുക്ക് പറഞ്ഞു തന്നില്ലായിരുന്നു, നമ്മളിവിടെ ഇരിക്കുമായിരുന്നു. പൗലോസ് ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ ഇരിക്കുമായിരുന്നു. കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച്, കർത്താവേ, ഞാൻ പഠിച്ചത്, ഈ ദൈവം എനിക്ക് ഇതുവരെ തന്ന കഴിവുകൾ ഒത്തിരി പേരുടെ മേൽ ഞാനത് പകരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോയാലും നിങ്ങളുടെ ജീവിതം ഇവിടെ തുടരും. അതാണ് ലെഗസി. കൈ ഉയർത്തിയിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നില്ല ആരും. പ്രാർത്ഥിച്ചേ, 30 സെക്കൻഡ് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. പെയിൻറ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ, വരയ്ക്കാനൊക്കെ ഉള്ള കഴിവുണ്ടെങ്കിൽ, ഒരു കുഞ്ഞിലേ അത് കാണും. ചില അപ്പനമ്മമാരൊക്കെ ഇന്ന് രാവിലെ ഒരു അമ്മ എന്നോട് ഒന്ന് പറഞ്ഞു, ഇവന് 6 വയസ്സോ 7 വയസ്സ് തുടങ്ങി ഇവൻ വരക്കാൻ തുടങ്ങി കഴിവുണ്ട്, ഇവനൊന്ന് വെച്ച് ബ്ലസ് ചെയ്യണം. ഈ മെസ്സേജ് കേട്ട ശേഷം വീണ്ടും ബ്ലസ് ചെയ്തു. പല തിരിച്ചറിയും, ചെറുപ്പത്തിലേ അറിയാം കുട്ടികൾ വരയ്ക്കുന്നു, പെയിൻറ് ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ ഫ്ലവർ ഉണ്ടാക്കുന്നു, പേപ്പർ കൊണ്ട് ചില സാധനങ്ങളൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ അതിനെന്ത് ചെയ്യണം? നമ്മൾ മാതാപിതാക്കൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ പരിശീലനത്തിലൂടെ വികസിപ്പിച്ചെടുക്കാൻ സഹായിക്കുകയും വേണം. 2 തിമോത്തിയോസ് 2:15 ഡു യുവർ ബെസ്റ്റ് ടു പ്രസന്റ് യുവർ സെൽഫ് ടു ഗോഡ് ആസ് വൺ അപ്രൂവ്ഡ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. അവിടെ പ്രസക്ത ഭാഗമാണ് ഡു യുവർ ബെസ്റ്റ്. നിന്നാൽ കഴിയുന്ന ഏറ്റവും നല്ലത് ചെയ്യുക. ടു പ്രസന്റ് യുവർ സെൽഫ് ടു ഗോഡ് ആസ് വൺ അപ്രൂവ്ഡ്. എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഡു യുവർ ഗുഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഡു യുവർ ബെറ്റർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഡു യുവർ ബെസ്റ്റ്. ദാറ്റ് ഈസ് എക്സലൻസ്. സഭ നടത്തുന്ന ദൈവദാസന്മാർ ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്യുക, പൂർണ്ണ ഹൃദയത്തോടെ അത് ചെയ്യുക, പൂർണ്ണ സമർപ്പണത്തോടെ അത് ചെയ്യുക. ഡു യുവർ ബെസ്റ്റ്. ഇവിടെ നോക്ക്, നിങ്ങൾ ചിലർക്ക് ഒരു സോണൽ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് ഗ്രൂപ്പിലോ ലേഡീസ് മീറ്റിങ്ങിലോ ഒരു സൂം മീറ്റിങ്ങിലോ മിഡ് ഡേ ഫയറിലോ ഒരു 3 മിനിറ്റ് പ്രാർത്ഥിക്കാൻ സമയം കിട്ടി, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒരു പ്രബോധനം പറയാൻ നിങ്ങൾക്ക് സമയം കിട്ടി, മെസ്സേജ് കൊടുക്കാൻ സമയം കിട്ടി. അതിനു വേണ്ടി കുറേ അധികം നേരം ഇരുന്ന് പ്രാർത്ഥിച്ച്, അല്ല ആ സമയത്ത് എന്തെങ്കിലും തല്ലിക്കൂട്ടി എന്തെങ്കിലും പറഞ്ഞു പോരാന്നല്ല, ഇറ്റ് ഡു യുവർ ബെസ്റ്റ്. അടുത്ത ആളെ അടിച്ചിട്ട് പറയുക, ഡു യുവർ ബെസ്റ്റ്. Do your best. നമ്മൾ ആദ്യത്തെ സൺഡേ പാടി, I'll do my best, my very best. എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലത് ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യും. അങ്ങനെ തീരുമാനിക്കുന്ന എത്ര പേരുണ്ട്? ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ലത് എന്ത് ചെയ്താലും. അപ്പം എന്തിനും എന്താവശ്യമാണ്? പരിശീലനം ആവശ്യമാണ്. ഒരു ദേവദാസനോട് പറഞ്ഞത്, ആ തുടക്കകാലമാണ്, കൺവെൻഷൻ വേദികളിലൊക്കെ അവസരം കിട്ടിയാൽ വൈകിട്ട് 1 മണിക്കൂർ പ്രസംഗിക്കുന്നതിന് 5 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടേ പോവുള്ളൂ. ഇന്ന് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ദൈവം ഉപയോഗിക്കുന്നു. തുടക്കകാലത്ത് പോലും 1 മണിക്കൂർ പ്രസംഗിക്കാൻ 5 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടേ പോവുള്ളൂ. അത്ര ഒരുക്കം. എന്തിനും ഒരുക്കം ആവശ്യമാണ്, എന്തിനും പരിശീലനം ആവശ്യമാണ്. എക്സലൻസ് നെവർ ഹാപ്പൻസ് ആക്സിഡൻ്റലി. ഉത്കൃഷ്ടത ചുമ്മാ ഉണ്ടാകുന്നതല്ല, അതിൻ്റെ പുറകിൽ അധ്വാനമുണ്ട്, മനഃപൂർവമായ പരിശീലനമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നോക്കി, ഈ ഗോലിയാത്ത് എന്ന് പറഞ്ഞൊരു പുള്ളി എല്ലാവർക്കും അറിയാമല്ലോ. പലരും അറിഞ്ഞില്ലെങ്കിൽ ഗോലിയാത്തിനെ ഒത്തിരി പേർക്കറിയാം, സൺഡേ സ്കൂൾ മുതൽ കാണുന്നതാണ്. ഈ ഗോലിയാത്ത് ഇങ്ങനെ പടപ്പുതടി പോലെ വലിയ കുന്തമൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് അജാനുബാഹുവായിട്ട് നിൽക്കുമ്പോൾ, ദാവീദ് എന്ന് പറഞ്ഞൊരു കൃഷഗാത്രനായ സ്ലിം ആയിട്ടുള്ളൊരു ചെറുക്കൻ ഒരു സ്ലിങ്ങും കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുകയാണ്? വീശി എറിഞ്ഞവനെ വീഴ്ത്തി. അതാണുള്ള കഥ. ഞാൻ ചോദിക്കട്ടെ, ആദ്യമായിട്ട് അഭിഷേകം വന്നപ്പോൾ മിറക്കുലസ്ലി അവനൊരു കവണ കിട്ടി, കല്ലും കിട്ടി, എന്നിട്ട് എന്ത് ചെയ്തു? എറിഞ്ഞു, ഇതാ പടപ്പുതടി താഴെ കിടക്കുന്നു. അങ്ങനെയാണോ? അനേക വർഷങ്ങൾ ഒരുപക്ഷെ ദാവീദ് ചില ബേർഡ്സിനെയോ ഏതെങ്കിലും ഫ്രൂട്ടോ എവിടെയെങ്കിലുമൊക്കെ ഉന്നം വെച്ച് ഇതിങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്നെ പരിശീലിപ്പിച്ച് റെഡിയായി നിന്നു എന്ന് മാത്രമല്ല, കെരീത്ത് തോട്ടിൽ പോയി 5 കെരീത്ത് തോട്ടല്ല, ഏതൊരു തോട്ടിൽ പോയിട്ട് 5 കല്ലുമെടുത്ത്
ഇടയസഞ്ചിയായ പൊക്കണത്തിലിട്ട് റെഡിയായി നിന്നു. അനേക വർഷങ്ങളുടെ പ്രാക്ടീസ് അതിന് പുറകിൽ കിടപ്പുണ്ട്. അപ്പോഴാണ് ആദ്യത്തെ കല്ല് തന്നെ അവൻ്റെ നെറ്റിയിലടിച്ച് അവൻ താഴെ വീണത്. അതല്ലാതെ ആക്സിഡൻറ്റ് പെട്ടെന്ന് എറിഞ്ഞപ്പോൾ എന്തോ ഒരു മുയൽ വീണ് ചക്ക വീണ് മുയൽ ചത്തു. എന്താ വീണ? ചക്ക വീണ് മുയൽ ചത്തു എന്നൊക്കെ പറഞ്ഞ പോലെ ചുമ്മാ നടന്നതല്ല. ഇത് ശിക്കാരി ശംഭുവിൻ്റെ പരിപാടി അല്ലെന്നേ, അല്ല. അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളങ്ങ് നടന്നോളും എന്ന് വെച്ചല്ല. ലജ്ജിപ്പാൻ കഴിയാത്ത ഒരു ശുശ്രൂഷകനായി ദൈവസന്നിധിയിൽ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡു യുവർ ബെസ്റ്റ്. എത്ര പേർക്ക് നന്നായിട്ട് സുവിശേഷം പറഞ്ഞ് ചിലരെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യണം? ആദ്യം തന്നെ രക്ഷിക്കപ്പെടുത്താനുള്ള ഇവിടുന്ന് സാൽവേഷൻ സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ട്. അത് എന്നെ മറന്നുപോയി, ഇപ്പോൾ പറഞ്ഞപ്പോൾ ഓർത്തു. പാസ്റ്റർ അത് പറഞ്ഞു നന്നായി. അത് എവിടെയാണ് തപ്പിയെടുക്കണം. ഓക്കെ, ഈ ഒരാളെ സുവിശേഷത്തിലേക്ക് പറഞ്ഞു കൊണ്ടുവരണമെങ്കിൽ അയാൾക്ക് എന്ത് സംശയം ഇങ്ങോട്ട് ചോദിച്ചാലും അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയ രീതിയിൽ വചനങ്ങളെല്ലാം നമ്മൾ ആദ്യം പഠിക്കണം. അല്ലാതെ പല്ലിയെ പോലെ വാല് മുറിച്ചിട്ട് ഓടാനാണോ? സദൃശവാക്യം പറയുന്നു, ജ്ഞാനമുള്ളവൻ ആത്മാക്കളെ നേടുന്നു. കൈകളുയർത്തി പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കും. ആത്മാക്കളെ നേടുവാൻ, സുവിശേഷം പറയുവാൻ, കർത്താവെ ഞങ്ങളെ തന്നെ അഭ്യസിപ്പിക്കുവാൻ, അത് പ്രാക്ടീസ് ചെയ്യുവാൻ, കർത്താവെ അതിൻ്റെ എക്സലൻസിലേക്ക്, അതിൻ്റെ ഉത്കൃഷ്ടതയിലേക്ക് വരുവാൻ കർത്താവെ ഞങ്ങൾ തീരുമാനിക്കുകയാണ്. കർത്താവെ, ലജ്ജിക്കാൻ വകയില്ലാത്ത, സംഗതിയില്ലാത്ത ഒരു വേലക്കാരനായി ഞങ്ങളുടെ ബെസ്റ്റ്, ഏറ്റവും നല്ലത് കർത്താവെ അങ്ങേക്ക് വേണ്ടി ചെയ്യുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നപ്പാ. ഹല്ലേലൂയ. അപ്പോൾ ദാവീദ് കവിണ അനേക പ്രാവശ്യം വർഷങ്ങളായി അതിൻ്റെ ലക്ഷ്യം തെറ്റാതെ കവിണ ഉപയോഗിക്കാൻ പഠിച്ചു കാണും. എന്ന് മാത്രമല്ല, താൻ ഒരു കിന്നരം വായിച്ചു എന്ന് പറയുന്നുണ്ട് ശൗലിൻ്റെ മുമ്പിൽ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഭൂതം വിട്ടുപോയത്. അതിനും ആ സമയത്ത് എടുത്തതല്ല, അത് അനേക വർഷങ്ങളായി അവൻ വായിച്ച് നോട്ട്സ് വായിച്ച് വിദഗ്ധനായി അതിൽ ആ സ്കിൽ അവൻ ഡെവലപ്പ് ചെയ്തു. അപ്പോഴാണ് ഒരു രാജാവിൻ്റെ മുമ്പിൽ അവൻ എത്തിയത്. Your gift will take you to the kings. Number 3, skill grows through continuous learning. നിരന്തരമായ പഠനത്തിലൂടെ നിപുണത വളരുന്നു. സദൃശവാക്യങ്ങൾ 1:5 പറയുന്നത്, let the wise listen and add to their learning. ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും. എൻ്റെ മലയാളത്തിൽ അത്ര ക്ലിയർ അല്ല, ഇത്രയുള്ള ഉദ്ദേശം. ലെറ്റ് ദ വൈസ് ലിസൺ ആൻഡ് ആഡ് ടു ദെയർ ലേണിംഗ്. ബുദ്ധിമാൻ അഥവാ ജ്ഞാനി ശ്രദ്ധിച്ച് കേട്ട് അവരുടെ ജ്ഞാനത്തോടുകൂടെ കൂട്ടട്ടെ. ആരോടാ പറയുന്നത്? മൂഢനോടല്ല പറയുന്നത്, ജ്ഞാനിയോടാണ് പറയുന്നത്. അപ്പോൾ ജ്ഞാനി വേണമെങ്കിൽ ഞാൻ ഓൾറെഡി ജ്ഞാനിയാണെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നാൽ മതി. പക്ഷേ ആ ജ്ഞാനത്തോട് നീ കൂട്ടണം. ഹലോ, ആ ജ്ഞാനത്തോട് കൂട്ടണം. ഇപ്പോൾ ഡോക്ടേഴ്സ് കണ്ടു കാണും. ഡോക്ടേഴ്സ് 12 വർഷം മുമ്പ് MBBS എടുത്തു, പിന്നെ MD എടുത്തു എന്ന് പറഞ്ഞ് ഇരുന്നാൽ പോരാ. അതത് സമയത്തുള്ള മെഡിക്കൽ നോളജിൽ അവർ അപ്ഡേറ്റഡ് ആകാൻ വേണ്ടി ഡോക്ടേഴ്സിൻ്റെ കോൺഫറൻസുകൾ, അതിൻ്റെ റിഫ്രഷർ കോഴ്സുകൾ ഇതെല്ലാം ചെയ്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? വളരണം. എൻജിനീയേഴ്സ് അത് ചെയ്യണം. സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് ഒരു കാലത്ത് ഭയങ്കര രാജാക്കന്മാരായി വാണവരാണ്. സിലിക്കൺ വാലിയിലൊക്കെ ഒത്തിരി രാജാക്കന്മാരുണ്ട്. പക്ഷേ AI വന്നതോടുകൂടെ പണ്ട് കാലത്ത് ഒരു 50 പേരുള്ള ഒരു ടീം ഒരു സോഫ്റ്റ്വെയർ കോഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ 2-3 വർഷം എടുക്കുന്നത് 10 മിനിറ്റ് കൊണ്ട് AI ചെയ്തു തരും. അപ്പോൾ ഇവരുടെ ജോലി പോയില്ലേ? ഫീൽഡിൽ നിന്ന് ഔട്ടാകാതിരിക്കണമെങ്കിൽ അവരിനി അപ്ഡേറ്റ് ചെയ്യണം. ലെറ്റ് ദ വൈസ് ആഡ് ടു ദെയർ ലേണിംഗ്. നേഴ്സാകാം, ടീച്ചറായിരിക്കും. ടീച്ചേഴ്സിനുണ്ട് റിഫ്രഷർ കോഴ്സുകൾ, എല്ലാ വെക്കേഷനും ഉണ്ടായിരിക്കും. കപ്പലിൽ ജോലി ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് പാസ്സാകണം. ബാങ്കിൽ ജോലി ചെയ്യുന്നവർ അടുത്തടുത്ത ലെവലിലോട്ട് പോകണമെങ്കിൽ ഒത്തിരി ബാങ്ക് ടെസ്റ്റുകൾ എഴുതണം. ഇവരെല്ലാം ദേ ആർ ആഡിങ് ടു ദെയർ ലേണിംഗ്. ഒരു ദൈവദാസനായാലും പണ്ട് ഞാൻ 10 വചനം പഠിച്ചാണെന്ന് പറഞ്ഞ് എഴുതിയിട്ട് കാര്യമുണ്ടോ?
എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. എത്ര പേർ ഹല്ലേലൂയ പറയും? സദൃശവാക്യങ്ങൾ 24:3-4 പെട്ടെന്ന് വായിക്കാം. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു, പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു. ഹല്ലേലൂയ. The moment we stop learning, we stop growing. എപ്പോൾ നമ്മൾ പഠിക്കുന്നത് നിർത്തുമോ അപ്പോൾ നമ്മൾ വളരുന്നത് നിൽക്കും. ആരെങ്കിലും ശുശ്രൂഷയിൽ വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം വീണ്ടും പറയുന്നു, ലീഡേഴ്സ് ആർ റീഡേഴ്സ്. വായിക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്, ഞാൻ വരുന്നത് വരെ നീ വായന, പ്രബോധനം ഇതിലെല്ലാം ഉറ്റിരിക്കണം. മര്യാദയ്ക്കിരുന്ന് വായിച്ച് പഠിക്കുക. തിരുവെഴുത്ത് വായന ഒരിക്കലും നിർത്തരുത്, പഠിക്കുന്നത് ഒരിക്കലും നിർത്തരുത്. പണ്ട് ഞാൻ 12ാം ക്ലാസ് വരെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പണ്ട് ഞാൻ ഡിഗ്രി പഠിച്ചു, MCOM പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുസ്തകം താഴെ വെക്കരുത്. കൂടുതൽ കൂടുതൽ വായിക്കുക. വചനം വായിക്കണം തീർച്ചയായും. അതോടൊപ്പം തന്നെ ഏത് ഫീൽഡിലാണോ ഫങ്ഷൻ ചെയ്യേണ്ടത് അതിൽ പുതിയ പുതിയ വോളിയൂംസ് എടുത്ത് വായിച്ച് 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 അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയും ലേണിംഗ് വർദ്ധിപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിന് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കൂ. ദൈവം ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരെയും കർത്താവ് ഒരു പ്രിപ്പറേഷൻ ടൈമിലൂടെ നടത്തും. ഹല്ലേലൂയ. മോശയുടെ കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കി, 40 വർഷം അദ്ദേഹം എവിടെയായിരുന്നു? ഫറവോൻ്റെ കൊട്ടാരത്തിലായിരുന്നു. അതിനുശേഷം 40 വർഷം മരുഭൂമിയിലായിരുന്നു. ഇത് രണ്ട് യൂണിവേഴ്സിറ്റികളാണ്. ആദ്യത്തെ യൂണിവേഴ്സിറ്റിയുടെ പേര് ദ പാലസ് യൂണിവേഴ്സിറ്റി, രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയുടെ പേര് ദ വിൽഡർനെസ് യൂണിവേഴ്സിറ്റി. ഈ 2 യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് 80 വർഷം പഠിച്ച് പാസ്സായപ്പോഴാണ് അടുത്ത 40 വർഷം ദൈവത്തിൻ്റെ ആടുകളെ മേയ്ക്കുവാൻ പറ്റിയ പരുവത്തിലേക്കും ഭൂതലത്തിലുള്ള ഏറ്റവും സൗമ്യനായ മനുഷ്യനായിട്ടും പക്വതയുള്ള മനുഷ്യനായിട്ടും ക്ഷമാശീലമുള്ള മനുഷ്യനായിട്ടും അദ്ദേഹം മാറിയത്. 3 വർഷം ശുശ്രൂഷിക്കാൻ 30 വർഷത്തെ ട്രെയിനിങ് എടുത്തവനാണ് നമ്മുടെ യേശു. അതിനെങ്കിലും ഒരു ഹല്ലേലൂയ പറഞ്ഞു. അപ്പോൾ ഒത്തിരി ട്രെയിനിങ്ങിലൂടെ പോയെങ്കിൽ മാത്രമേ ഡാനിയേൽ ബാബിലോണിൽ വലിയ പുള്ളിയായെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. 120 സംസ്ഥാനങ്ങളിലുള്ള ഗവർണർമാരുടെ ടോപ്പിൽ അദ്ദേഹം വന്നു. എങ്ങനെ വന്നെന്നറിയാമോ? ബാബിലോണിൽ ചെന്ന് ബാബിലോണിൽ ലാംഗ്വേജ് പഠിച്ചു, അവിടുത്തെ ലിറ്ററേച്ചർ പഠിച്ചു, അവിടുത്തെ കൾച്ചർ പഠിച്ചു. ഇങ്ങനെ ട്രെയിനിങ് എടുത്തിട്ടാണ് അവിടെ എത്തിയത്. ഇവിടെ ഒത്തിരി വരുന്ന ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി കൊച്ചിയിലുണ്ട്. എന്തിനു വേണ്ടിയാണ്? അങ്ങോട്ട് പോകണമെങ്കിൽ ആ ഭാഷ പഠിക്കണം. അതിനുവേണ്ടി കൊച്ചിയിൽ താമസിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുക. അടുത്ത ആൾ പറയുക, നിൻ്റെ പഠനം നിർത്തരുത്. നമ്പർ 4, സ്കിൽ മൾട്ടിപ്ലൈസ് യുവർ ഇൻഫ്ലുവൻസ്. നിപുണത നിങ്ങളുടെ സ്വാധീനത്തെ പെരുക്കുന്നു. നൈപുണ്യം വർദ്ധിപ്പിച്ചാൽ എന്തെങ്കിലുമൊക്കെ മേഖലകളിൽ സ്കിൽഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വാധീന വലയം വികസിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിസ്താരം കൂടും. മത്തായി സുവിശേഷം 25:21 വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ് എന്ന് പറയുന്ന ആ ഭാഗം ഒന്ന് വായിക്കാം. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അതിനുശേഷം അവിടെ പറയുന്നുണ്ട്, നീ ഇത്ര പട്ടണങ്ങൾക്ക്, നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിന് വിചാരകനാക്കുക. അപ്പോൾ ഇൻഫ്ലുവൻസ് ലെവൽ കൂടി. ഒരു സ്ഥലത്ത് പറയുന്നത്, നീ 10 പട്ടണങ്ങൾക്ക് അധിപനാകുക. ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴെന്തായി? 10 പട്ടണങ്ങൾക്ക് അധിപനായ. അല്പ കാര്യത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഇൻഫ്ലുവൻസ് കൂടി. എത്ര പേർക്ക് ജീവിതത്തിൽ വികസിക്കണമെന്നും വളരണമെന്നും ഉയരണമെന്നും ആഗ്രഹമുണ്ട്? കൈ ഉയർത്തുക. ദൂത് പറയാം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, തുള്ളിച്ചാടി ആരാധിച്ചാൽ മാത്രം പോരാ. ദൈവം എന്തകത്തിട്ടിരിക്കുന്നോ അതിനെ പരിശീലിപ്പിച്ച് വികസിപ്പിക്കുകയും അതിനോടുകൂടെ ജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ജീവിതം വളരുകയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളുടെ പാസ്റ്റർ 24 മണിക്കൂറിൽ അധിക ഭാഗവും ദൈവവചന പഠനവും റിസർച്ചും ഒക്കെ ആയിട്ടിരിക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിഞ്ഞില്ലെങ്കിൽ പറഞ്ഞു. ചുമ്മാ ഇവിടെ ഒന്നും നിൽക്കുന്നതല്ല.
അനേകം മണിക്കൂറുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുകയും, അടിക്കണമെന്നില്ല, പ്ലീസ് അടിക്കണ്ട, കേട്ടാൽ മതി, മനസ്സിലാക്കിയാൽ മതി, എന്നിട്ട് പ്രാർത്ഥിച്ചാൽ മതി വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞത് ചുമ്മാ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം തരണമെങ്കിൽ ഞാൻ അതിനെ വെട്ടി നുറുക്കി റെഡിയാക്കി മാരിനേറ്റ് ചെയ്ത് കുക്ക് എല്ലാം റെഡിയാക്കി വെച്ച് പാകപ്പെടുത്തി വേണ്ടി ഇവിടെ കൊണ്ടുവരാൻ. എൻ്റെ പുറകിൽ ഒത്തിരി പ്രിപ്പറേഷനും അധ്വാനവും എല്ലാം ആവശ്യമാണ്. ഇവിടെ നിന്ന് വാ തുറന്നാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകാം. പക്ഷേ കണ്ടൻറ്റുള്ള എന്തെങ്കിലും നിങ്ങളുടെ അകത്ത് നറിഷ് ചെയ്യുന്ന, നിങ്ങളുടെ ആന്തരിക വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുന്ന, ക്രിസ്തുവിൽ തികഞ്ഞവളാക്കി മാറ്റുന്ന എന്തെങ്കിലും വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ന്യൂട്രീഷനും അതനുസരിച്ചുള്ള ബാലൻസ്ഡ് ഡയറ്റ് ഓരോരുത്തർക്കും കിട്ടണം. അതെൻ്റെ ജോലിയാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഒരു ഇടയൻ്റെ ജോലിയാണ് ഫീഡിങ് ദ ലാംബ്. എന്താണ് ജോലി? ആടുകളെ മേയ്ക്കുക. അവർക്ക് തീറ്റ കൊടുക്കണ്ടേ? പട്ടിണിക്കിടാൻ പറ്റുമോ? അതുകൊണ്ടാണ് എല്ലാ പ്രഭാതത്തിലും ഞായറാഴ്ചയും വൈകിട്ടും ഇടയ്ക്കിടയ്ക്കും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പോഡ്കാസ്റ്റായിട്ടും അതായിട്ടും ഇതായിട്ടും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. തീറ്റ തിന്നില്ലെങ്കിൽ ആടിൻ്റെ കുറ്റം. പക്ഷേ ഇടയൻ ചെയ്യേണ്ടത് ഇടയൻ ചെയ്യും. കൈയടിക്കണ്ട, പറഞ്ഞേ ഞാൻ തിന്നുമെന്ന് പറ. ഗോഡ് ബ്ലെസ് യു. സ്കിൽ മൾട്ടിപ്ലൈസ് യുവർ ഇൻഫ്ലുവൻസ്. നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകൾ വികസിപ്പിച്ചെടുത്താൽ നിങ്ങളുടെ ജീവിതം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വികാസം പ്രാപിക്കും, ഇൻഫ്ലുവൻഷ്യലാകും. നിങ്ങളൊരു ബ്യൂട്ടി പാർലർ നടത്തുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും കുറേ ബ്ലീച്ചൊക്കെ ഇട്ട് കളറൊക്കെ മാറ്റി പെയിൻ്റൊക്കെ അടിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു വരില്ല, ഇല്ലേ? കുറേ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് പാണ്ടും തോണ്ടൊക്കെ ആക്കി വെച്ചാൽ പിന്നെ വരുമോ? പിന്നെ ഹോസ്പിറ്റലിലോട്ടേ പോവുള്ളൂ. പകരം എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധിച്ച് എൻ്റെ മുഖം ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തു കൊടുത്താൽ അയാൾ വേറൊരാളോട് പറയും, നിങ്ങളുടെ കസ്റ്റമർ ശൃംഖല അങ്ങ് വലുതാകും. വലിയ ബിൽ ബോർഡോ പരസ്യമോ നോട്ടീസോ പോലും അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിൽക്കാനും ഇരിക്കാനും സമയമില്ലാത്തതുപോലെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ ബ്യൂട്ടി പാർലറിലേക്ക് വരും. അങ്ങനത്തെ ആരും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ബ്യൂട്ടീഷ്യൻസ് ഒന്നും ഇല്ല ഇവിടെ. ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോ? ഇൻഫ്ലുവൻസ് കൂടും. എന്ത് ചെയ്യുക? സ്കില്ല് വർദ്ധിപ്പിക്കുക, കൂടുതൽ പഠിക്കുക. പുതിയ പ്രോഡക്റ്റ്സ് ഏതാണ് ഏറ്റവും കംഫർട്ടബിളായിട്ട് എല്ലാം ചെയ്ത് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് കൂടുതൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നത്. നിങ്ങൾ പരസ്യം ചെയ്യേണ്ട. ദേ ആർ യുവർ പബ്ലിസിറ്റി. നമ്പർ 5, സ്കിൽ ഷുഡ് ഓൾവേസ് സെർവ് ഗോഡ്സ് പർപ്പസ്. നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകൾ ദൈവിക ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കുന്നതായിരിക്കണം. ദൈവിക ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ഒത്തിരി പേരുടെ ചിന്ത ഇതാണ്, ഞാൻ ജോലി ചെയ്യുന്നത് എന്തിനു വേണ്ടി? ഈ 1 ചാൺ വയറും, പിന്നെ എൻ്റെ ഭാര്യയുടെ 1.5 ചാൺ വയറും, പിന്നെ എൻ്റെ മക്കളുടെ 1/2 ചാൺ വയറും, ഇതുള്ള 3-4 എണ്ണവും ഇതിന് വേണ്ടിയിട്ടാണെന്നാണ് പലരും ചിന്തിക്കുന്നത്. അതിനല്ല മക്കളെ, എന്ത് ചെയ്താലും അത് ദൈവനാമ മഹത്വത്തിനാണ്. അങ്ങനൊരു മനോഭാവത്തിലേക്ക് വന്നാൽ ജോലിയെല്ലാം കഴിഞ്ഞ് പരാഗിയും പിറുപിറുത്തും അല്ല കിടക്കയിലേക്ക് കയറുന്നത്, ഓ കർത്താവേ ഇന്നെനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ. ആ ജോബ് സാറ്റിസ്ഫാക്ഷനോടുകൂടെ 1000 സ്തോത്രം പറഞ്ഞ് കർത്താവിൻ്റെ കൈക്കുമ്പിളിലേക്ക് വീണ് നല്ല ഉറക്കവിളിയില്ലാതെ കിട്ടും. വൈകിയാലും കുഴപ്പമില്ല, അടിച്ചോ. 1 Corinthians 10:31 വായിച്ചു നോക്കി. So whether you eat or drink or whatever you do, do it all for the glory of God. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. പറഞ്ഞേ, എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിന്. ഈ ബെസലേലിന്റെ മേലെ എന്ത് വന്നെന്നാ പറഞ്ഞത്? ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് വന്നു. എന്നിട്ട് അദ്ദേഹത്തിന് എന്താ കിട്ടിയത്? പ്രസംഗമാണ് കിട്ടിയത്? കൽപ്പലക കിട്ടിയോ? വചനം കിട്ടിയോ? പ്രവചനം കിട്ടിയോ? ഇല്ല. തനിക്ക് കിട്ടിയത് എന്തായിരുന്നു? വെള്ളിപ്പണി, സ്വർണ്ണപ്പണി,
രത്നക്കല്ലുകൾ പതിപ്പിക്കാനുള്ള പണി, ഇങ്ങനെയുള്ള കഴിവുകളാണ് തനിക്ക് കിട്ടിയത്. അതും ഒരു ശുശ്രൂഷയാണ്. ആമേൻ. വലിയ വായിൽ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. അത് കിട്ടിയത് ഒരു ഹാൻഡിക്രാഫ്റ്റ് വർക്ക്ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല, സമാഗമന കൂടാരത്തിൻ്റെ ദൈവത്തിൻ്റെ തിരുനിവാസത്തിൻ്റെ പണിക്ക് വേണ്ടിയാണ്. ആമേൻ. ഇന്നു മുതൽ ചിന്തകളിൽ ഒരു ചെറിയൊരു മാറ്റം കൊണ്ടുവരിക. ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നത്, ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ജിംനേഷ്യത്തിൽ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നത് എൻ്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും ഒന്ന് പോറ്റി വാടക വീടും പിള്ളേരുടെ ഫീസും കറണ്ട് കാശും എല്ലാം അടക്കാൻ വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നതിന് പകരം ദൈവ നാമ മഹത്വത്തിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഹല്ലേലൂയ. സഭയെ വിളിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമെന്നാണ്. ക്രിസ്തുവിൻ്റെ ശരീരം കാണിച്ചു തരാമോ? ഇതായിരിക്കും. തലയെവിടെ? ശരീരം ഇവിടെയും തല അവിടെ ഇരിപ്പുണ്ട്. തലയാണ് തീരുമാനിക്കുന്നത് ഈ ഫിംഗർ ഇങ്ങനെ അനക്കണോ ഇങ്ങനെ ചുരുട്ടി പിടിക്കണോ എന്നുള്ളത്. തലയാണ് തീരുമാനിച്ചത്, ഫിംഗറല്ല തീരുമാനിക്കുന്നത്, കയ്യുമല്ല തീരുമാനിക്കും, നെഞ്ചല്ല തീരുമാനിക്കും. പിന്നെ എന്താണ്? ബ്രെയിൻ. തലയാണ് തീരുമാനിക്കുന്നത് ഓരോ വിരലുകൾ അനക്കണോ പൊക്കണോ ഇങ്ങോട്ടാക്കണോ അങ്ങോട്ടാക്കണോ, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇവിടുന്ന്. പൗലോസ് പറയുന്നു, നാം ഓരോരുത്തരും അവൻ്റെ ശരീരത്തിലെ വിവിധ അവയവങ്ങളാകുന്നു. അവയവങ്ങൾക്കൊന്നും തീരുമാനശേഷിയില്ല. ശ്രദ്ധിച്ചായിരുന്നു? എൻ്റെ കാലിനോ കൈക്കോ വയറിനോ ഒന്നും സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അനുവാദമില്ല. തലയാണ് തീരുമാനിക്കുന്നതെല്ലാം. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും, നമുക്കാർക്കും സ്വന്തമായി തീരുമാനിക്കുവാനുള്ള അനുവാദമില്ല. തല തീരുമാനിക്കുന്നത് പോലെ ഓരോ അവയവവും പ്രവർത്തിക്കണം. ഒരവയവത്തിനും മറ്റേ അവയവത്തോട് എനിക്ക് നിന്നെ വേണ്ടെന്ന് പറയാൻ സാധ്യമല്ലെന്ന് ബൈബിളിലുണ്ട്. വീഴിക്കുന്ന ഒരാൾ വേറൊരാൾ പറഞ്ഞു, നീ അടുത്ത ആഴ്ച ഇവിടെ വരണ്ട, നീ ആരാത് പറയാം? തലയാണ് തീരുമാനിക്കുന്നത്. അടുത്തത്, ഇവിടെ ഇരിക്കുന്ന ഒരാൾ തീരുമാനിക്കും, അടുത്ത ഞായറാഴ്ച ഞാൻ ചർച്ചിലോട്ട് വരുന്നില്ല, കാരണം മറ്റേ ആൾ എന്നെ ഇന്നലെ ഇങ്ങനെ കാണിച്ചു. ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം അങ്ങനെ കാണിച്ചു, അതുകൊണ്ട് ഞാൻ ആ ചർച്ചിൽ പോകുന്നുണ്ട്. അത് നീ എങ്ങനെ അത് തീരുമാനിക്കും? അത് തലയാണ് തീരുമാനിക്കുന്നത്. കർത്താവ് തീരുമാനിക്കണം. നീ കർത്താവിനോട് ചോദിച്ചോ പോണോ വേണ്ടതെന്ന്? അങ്ങനെ ഇരിക്കാൻ, ഡിസ്കണക്റ്റായിരിക്കാൻ. ഇന്നിവിടെ വന്നിരിക്കുന്നവരിൽ ഇടത്തെ കാല് വീട്ടിൽ വെച്ചിട്ട് വന്നവരൊന്ന് കൈ ഉയർത്തുക. എന്താ എടുത്തുകൊണ്ട് പോകുന്നത്? എന്താ അവിടെ വെച്ച കരുതില്ലേ? ഇടത്തെ കാലിന് ഒരു ക്ഷീണം, ഒരു വയ്യായ്മ, ഒരു ഉളുക്ക്, അത് വീട്ടിൽ വെച്ച ഊരി വെച്ചിട്ട് മറ്റേതും കൊണ്ട് പോകുന്നു. ഒന്നിച്ചേ പോകൂ. ഇത് ഒരു യൂണിറ്റാണിത്. എങ്ങോട്ട് പോകണമെങ്കിൽ അത് ഒരുമിച്ചേ പോകൂ. അടുത്തത്, എന്ത് സഭയ്ക്കകത്തുള്ള ഓരോരുത്തർക്ക് തന്നാലും അത് പൊതുപ്രയോജനത്തിനത്രേ. ഞാനൊരു ടീച്ചറായി ഒരു പ്രൈമറി സ്കൂളിൽ ജോലി ചെയ്യുവാണെങ്കിൽ അതുപോലും പൊതുപ്രയോജനത്തിനാണ്. ഒന്ന് സമൂഹത്തെ സേവിക്കുന്നത് കൂടാതെ ആ വരുമാനത്തിലൂടെ എനിക്ക് കിട്ടുന്നതിനൊരു ഗോഡ്സ് പോർഷൻ കൊടുക്കുമ്പോൾ, ദൈവവേലയ്ക്ക് വേണ്ടി, മിഷൻസിന് വേണ്ടി കൊടുക്കുമ്പോൾ ഈ ശരീരത്തെ ഞാനും കൂടി ചേർന്ന് സെർവ് ചെയ്യുകയാണ്. ഈ ബോധ്യത്തോടുകൂടെ ഇത്രയും പേര് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ബസലേലിന് ദൈവം ഈ കഴിവുകളെല്ലാം കൊടുത്തത് ഒരു കാർപ്പൻട്രി വർക്ക്ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല. വെള്ളിപ്പണി കൊണ്ട് കുറേ തൊടലും എന്തെങ്കിലും പറയണ മുക്കുത്തിയോ ചെലങ്ക
നെറ്റിപ്പട്ടം ഇതൊക്കെ ഉണ്ടാക്കി നല്ലൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല. അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ അധിവാസമായ സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് വേണ്ടി തട്ടേ വിശേഷമായ ജ്ഞാനം കൊണ്ടും കഴിവുകൾ കൊണ്ടും ബെസലേലിനെ കർത്താവ് നിറച്ചത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കർത്താവ് വിവിധ കഴിവുകൾ തന്നിരിക്കുന്നത് പൊതുപ്രയോജനത്തിനാണ്. മറ്റുള്ളവരെ സേവിക്കാൻ ഒരുമിച്ച് ഒരു ശരീരമായി, ക്രിസ്തുവിൻ്റെ ശരീരമായി നിന്നുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി, അവൻ്റെ അധിവാസത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുവാനുള്ള കഴിവുകളാണ് എല്ലാവരിലും കർത്താവ് തന്നിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് മാത്രം അഭിഷേകം മതി, അവരാണ് അഭിഷേകത്തിൽ നിറഞ്ഞ് ശുശ്രൂഷിക്കുന്നത്. എനിക്കൊന്നും അഭിഷേകമില്ല, വിളിയുമില്ലെന്ന് ആരും പറയരുത്. മരപ്പണി ചെയ്താലും, കൽപ്പണി ചെയ്താലും, വെള്ളിപ്പണി ചെയ്താലും, സ്വർണ്ണപ്പണി ചെയ്താലും, തഹശു തോൽ കൊണ്ടുള്ള പണികൾ ചെയ്താലും, കൂടാരപ്പണി ചെയ്താലും, രത്നക്കല്ല് പതിപ്പിക്കുന്ന ജോലി ചെയ്താലും അത് പരിശുദ്ധാത്മ നിറവിലത്രേ എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ടീച്ചറാണ് നീയെങ്കിൽ നിനക്ക് അഭിഷേകമുണ്ട്. സ്വീപ്പറാണ് നീയെങ്കിൽ നിനക്ക് അഭിഷേകമുണ്ട്. ഒരു ക്ലാർക്കാണ് നീയെങ്കിൽ നിനക്ക് അഭിഷേകമുണ്ട്. ഒരു നേഴ്സാണെങ്കിൽ അഭിഷേകമുണ്ട്. ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീസിലാണെങ്കിൽ അഭിഷേകമുണ്ട്. ഒരേ ആത്മാവ് അവിടെയും ഇവിടെയും പ്രവർത്തിക്കുന്നു. അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ശരിക്കും മനസ്സിലായോ? അതല്ലാതെ ഈ പുൾപിറ്റും പ്യൂവും തമ്മിൽ രണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരേ ആത്മാവാണ് എല്ലാവരിലും പ്രവർത്തിക്കുന്നത്. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ട് ദി അനോയിൻറ്റിങ് എന്ന പേരിലൊരു പുസ്തകം, പാസ്റ്റർ ബെനിഹിൻ്റെ പുസ്തകം വായിച്ച സമയത്ത് അതിൽ ഈ അനോയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പാസ്റ്റേഴ്സിന് മാത്രമല്ല, പ്രോഫറ്റ്സിന് മാത്രമല്ല, കിങ്സിന് മാത്രമല്ല, ഈ എല്ലാ ജോലി ചെയ്യുന്നവർക്കും അനോയിൻറ്റിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതെന്തിനാണ് എൻ്റെ ആവശ്യം? പരിശുദ്ധാത്മ നിറവ് വന്നിട്ട് അപ്പസ്തലന്മാരുടെ മേലെ തീയൊക്കെ വന്നിട്ട് അവരല്ലേ അഭിഷേകത്തിൽ നീങ്ങുന്നേ. ബാക്കി വീട്ടു ജോലി ചെയ്യാനും ബാക്കി പരിപാടിക്ക് അഭിഷേകത്തിന് ആവശ്യമുണ്ട്. അങ്ങനെ നാച്ചുറൽ കഴിവിൽ ചെയ്യുന്നവരുണ്ട്. അതാരാ? ദൈവമക്കളല്ല, അല്ലാത്തവർ. പക്ഷെ വൺസ് കർത്താവിലേക്ക് നീ വന്നു പോയാൽ, ഇത് ഇസ്രായേലിൻ്റെ കാര്യം പറയുന്നത്, കർത്താവിലേക്ക് നീ വന്ന് സഭയ്ക്കകത്ത് വന്നാൽ നീ സാധാരണ എഞ്ചിനീയർ അല്ല, യു ആർ അനോയിൻറ്റഡ് എഞ്ചിനീയർ. നീ സാധാരണ കൽപ്പണിക്കാരനല്ല, നീ അഭിഷിക്തനായ കൽപ്പണിക്കാരൻ. നീ സാധാരണ പ്യൂണല്ല, അഭിഷേകം പ്രാപിച്ച പ്യൂൺ. ഇതാ വ്യത്യാസം. ഹല്ലേലൂയ. ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 6-ാം അധ്യായത്തിൻ്റെ 3-4 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞൊരു 7 പേരെ തിരഞ്ഞെടുത്തോളാൻ പറയുന്നുണ്ട്. ഡീക്കൻസിനെ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ. 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്നു. 6-ാം അധ്യായത്തിൽ എന്ന് വെച്ചാൽ 2-ാം അധ്യായത്തിൽ അഭിഷേകം ഇറങ്ങി. 6-ാം അധ്യായത്തിൽ എത്തിയപ്പോൾ വലിയ പ്രശ്നം സഭയ്ക്കകത്ത് വരികയാണ്. സഭയിലെ പ്രശ്നം ഇന്നും തുടങ്ങിയില്ല, അന്നും ഉണ്ട് കേട്ടോ. പേടിക്കേണ്ട ആരും. ഏതെങ്കിലും സഭയിൽ പ്രശ്നമുണ്ടെന്ന്, അയ്യോ അവിടെയും പ്രശ്നമാണ്. ഇനി ബ്ലെസ്സിംഗ് ടുഡേ സഭയ്ക്കകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കേട്ടാലും ഞെട്ടണ്ട. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിലും പ്രശ്നമുണ്ടായി. തിരുവെഴുത്തിലുള്ളതാണത്. അടുത്ത ആളോട് ഒന്ന് തോണ്ടി വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറ. നമ്മളെല്ലാ ആളുകൾ, നമ്മളെല്ലാവരും കുറേ കുറവുള്ളവർ ഒരുമിച്ച് ചേർന്നാൽ കുറവില്ലാത്തവരാകുമോ? കുറവുകളുള്ള മനുഷ്യർ എവിടെ കൂടിയാലും, അത് സഭയാകട്ടെ, ഒരു സംഘമാകട്ടെ, ഒരു ക്ലബ്ബാകട്ടെ, ക്രിക്കറ്റ് ക്ലബ്ബാകട്ടെ, പ്രശ്നമുണ്ടാവും. രാഷ്ട്രീയമായാലും പ്രശ്നമുണ്ടാവും. മനുഷ്യരല്ലേ, എല്ലാത്തിൻ്റെ സ്വഭാവം ഇതൊക്കെ തന്നെയാണ്. പിന്നെ സഭയിലായാൽ ഒരു ഗുണമുള്ളത് തലയിരിപ്പുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾക്ക്. കളിക്കാൻ പറ്റില്ല. ഞാനിപ്പോഴും മേൽനോട്ടത്തിലുണ്ട്. ഐ ആം സ്റ്റിൽ ദ സൂപ്പർവൈസർ, ഐ ആം സ്റ്റിൽ ദ റെസ്പോൺസിബിൾ പേഴ്സൺ, ഐ ആം ദി ഓണർ, ഐ ഷെഡ് ദ ബ്ലഡ്. അത് കർത്താവ് നോക്കിക്കോളും.
അടുത്ത ആളോട് പറ, സഭയിൽ വരാൻ പേടിക്കണ്ട, നോക്കാൻ ഒരാളുണ്ടെന്ന് പറ. സഭയിൽ വരാൻ പേടിക്കണ്ട, നോക്കാൻ ഒരാളുണ്ട്. വളരെ പെട്ടെന്ന് ഹൗ ടു പെർസ്യൂ സ്കിൽ, എങ്ങനെയാണ് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന പാടാനുള്ള അല്ലെങ്കിൽ പലതിനുമുള്ള കഴിവുകൾ, ബിസിനസ് ചെയ്യാനുള്ള കഴിവ് ഒക്കെ പെട്ടെന്ന് നോക്കാം. ഒന്ന്, നിങ്ങൾക്കുള്ള ദൈവ കഴിവുകൾ ആദ്യം കണ്ടെത്തണം. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസം, ഇത് കൃപാവരത്തിൻ്റെ കാര്യം. ഇതുപോലെ തന്നെ ഏതും ആദ്യം കണ്ടെത്തണം. പറഞ്ഞേ, ആദ്യം കണ്ടെത്തണം. 2, നിരന്തരമായി പരിശീലനം നടത്തുക. എന്താണെങ്കിലും പാടാൻ കഴിവുള്ള ഒത്തിരി പേരോട് ഇന്ന് വരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. 20 മിനിറ്റ്, ഒരു 10 മിനിറ്റ്, ഒരു അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യണം. പാടാൻ കഴിവുള്ളൊരു കാര്യം പറയും, അല്ലാത്തൊരു പ്രാക്ടീസ് ചെയ്യരുത്. പ്രശ്നങ്ങൾ പലതും സംഭവിക്കാം. അടുത്ത വീട്ടിൽ മൃഗങ്ങളൊക്കെ ഉള്ളതാണ്. 3, നിപുണതയുള്ള ആളുകളിൽ നിന്ന് പഠിക്കുക. 3, നൈപുണ്യതയുള്ള ആളുകളിൽ നിന്ന് പഠിക്കുക. നമ്മളെക്കാൾ ഗ്രേഡ് കൂടിയ തെളിഞ്ഞ ആളുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഈഗോ ഉള്ളതുകൊണ്ട് പലർക്കും അത് ബുദ്ധിമുട്ടാണ്, പക്ഷേ ടീച്ചബിൾ ആണെങ്കിൽ അത് സംഭവിക്കും. 4, തിരുത്തലുകളെ സന്തോഷത്തോടെ സ്വീകരിക്കുക. തിരുത്താൻ തയ്യാറാകണം. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് തെറ്റായിരിക്കും. ഇപ്പം എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യാൻ പറ്റണം, കറക്റ്റബിൾ ആയിരിക്കണം. 5, കർത്താവിൽ ആശ്രയിക്കുക. ദൈവാശ്രയം കൂടാതെ ഒരു കഴിവിൻ്റെ പ്രകടനവും ചെയ്യരുത്. ഞാനൊരു ഹോംവർക്ക് തന്നോട്ടെ, അടുത്ത ആഴ്ച വരുമോ? അടുത്ത ആഴ്ച വരില്ല എന്ന് പറയുന്നവർ കൈ ഉയർത്ത്. അവർക്ക് മാത്രം ഹോംവർക്ക് തന്നുവിടാം. ഹോംവർക്ക് ഇതാണ്, എഴുതുക. ദൈവം എനിക്ക് തന്നിട്ടുള്ള കഴിവുകൾ തിരിച്ചറിയുക, കണ്ടെത്തുക, ലിസ്റ്റ് ഉണ്ടാക്കുക. എന്തൊക്കെ കഴിവുകൾ തന്നിട്ടുണ്ട്? ഞാനൊരു സാധനം കാണിച്ചോട്ടെ സ്ക്രീനിൽ. ഒരു 95ഓളം വിവിധ സാധനങ്ങൾ ഇവിടെ കാണിക്കുകയാണ്. നോക്കിയേ. താങ്ക് യു. ഇത് നോക്കിയേ. അക്കൗണ്ടൻറ്റുമാർ, ഓഡിറ്റർമാർ, ആർക്കിടെക്റ്റുകൾ, ആർട്ടിസ്റ്റുകൾ, ഡിസൈനർമാർ. ഇതെന്ത് സാധനമാണിത്? ഇതെന്ത് ജീവിയത് എനിക്കറിയില്ല. എൻ്റെ ഇംഗ്ലീഷ് കാണിച്ചാൽ മതിയായിരുന്നു മക്കളെ. ഇംഗ്ലീഷ് മതി. എല്ലാവരും ഇംഗ്ലീഷുകാരല്ലേ? നോക്കിക്കോ, നിങ്ങൾക്ക് മലയാളം അറിയില്ലല്ലോ. ഓക്കെ, ഇത് നോക്ക്. എന്താ? ബാങ്കേഴ്സ് എന്നായിരുന്നു അല്ലേ അത്? ഓക്കെ. ബാങ്കേഴ്സ് ആൻഡ് ഫൈനാൻസ് പ്രൊഫഷണൽസ്. അതായത് ഇത് ഞാനിങ്ങനെ ജസ്റ്റ് ഓടിച്ചു പോകുന്ന സമയത്ത് അതിൽ പെട്ടവർ അത് ഞാനാണെന്ന് പറയണം. ഓക്കെ, പുള്ളി പറഞ്ഞാൽ മതിയേ. ബിസിനസ് ഓണേഴ്സ് ആൻഡ് ഓണ്ടർപ്രണേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ്, chemical engineers, software engineers and developers, IT professionals, data analysts and data scientists, AI technology professionals, doctors, nurses, pharmacists, dentists, physiotherapists, psychologists and counselors, medical technicians, teachers, professors and lecturers, researchers and scientists, lawyers and legal professionals, judges, ഗവൺമെൻറ് എംപ്ലോയീസ്, സിവിൽ സർവൻസ്, പോലീസ് ഓഫീസേഴ്സ് തുടങ്ങി ഡിഫൻസിലുള്ളവർ, സെക്യൂരിറ്റി, പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ളവർ, ജേർണലിസ്റ്റുകൾ, റൈറ്റേഴ്സ് ആൻഡ് ഓഥേഴ്സ്, എഡിറ്റേഴ്സ്, ട്രാൻസ്ലേറ്റേഴ്സ്, ഇൻ്റർപ്രിറ്റേഴ്സ്, മീഡിയ പ്രൊഫഷണൽസ്, ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ്, film and television professionals, musicians, singers, worship leaders, sound engineers, electricians, plumbers, masons, welders, painters, mechanics, technicians, machine operators, drivers, pilots, sailors and marine professionals,
ഫാമേഴ്സ്, അഗ്രികൾച്ചറൽ വർക്കേഴ്സ്, ഫിഷർമെൻ, ഫുഡ് പ്രോസസ്സിംഗ് വർക്കേഴ്സ്. ആരെങ്കിലുമൊക്കെ ഉണ്ട് ഇതിൽപ്പെട്ടവർ? ഇതുവരെ വായിച്ചതിൽ കണക്ഷൻ ഉള്ളവരൊന്ന് കൈ ഉയർത്തി. ഒത്തിരി പേരുണ്ട്. പെട്ടെന്ന് മെക്കാനിക്സ്, ടെക്നീഷ്യൻസ്, മെഷീൻ, ഇത് പറഞ്ഞു. ഷെഫ്സ് ആൻഡ് കുക്സ്. ഹലോ, കുക്ക് ചെയ്യുന്നവരൊക്കെ, ചായയെങ്കിലും കുക്ക് ചെയ്യുന്നവർ കൈ ഉയർത്ത് എന്നെ പോലെ. ഷെഫ്സ് ആൻഡ് കുക്സ്, ബേക്കേഴ്സ്, കാറ്ററേഴ്സ്, പിന്നെന്താണ്, ഹോട്ടൽ, ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷണൽസ്, ടൂറിസം, സെയിൽസ് ആൻഡ് പ്രൊഫഷണൽസ്, മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ്, അഡ്വർടൈസിംഗ് പ്രൊഫഷണൽസ്, പബ്ലിക് റിലേഷൻസ്, ഹ്യൂമൻ റിസോഴ്സസ്, HR-ൽ വർക്ക് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഓഫീസ് സ്റ്റാഫ്, സെക്രട്ടറീസ് ആൻഡ് പേഴ്സണൽ അസിസ്റ്റൻസ്, പ്രോജക്ട് മാനേജേഴ്സ്, ഓപ്പറേഷൻസ് മാനേജേഴ്സ്, സപ്ലൈ ചെയിൻ, ലോജിസ്റ്റിക്സ് പ്രൊഫഷണൽസ്, വെയർഹൗസ്, റീറ്റെയിൽ, ഷോപ്കീപ്പേഴ്സ്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട് ഇവിടെ ഉണ്ട്, ബിൽഡേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, ഫാഷൻ ഡിസൈനേഴ്സ്, ടൈലേഴ്സ്, ബ്യൂട്ടീഷ്യൻസ്, ഹെയർ ഡ്രസ്സേഴ്സ്, ഫിറ്റ്നസ് trainers, sports coaches, athletes and sports professionals, social workers, NGOs and charity workers, church administrators, children's ministry, youth workers, counselors, worship and creative ministry teams, volunteers, helps ministry workers, so on and so forth. ഇതിലേതിലെങ്കിലുമൊക്കെ പെട്ടവരൊന്ന് കൈവർത്തു. നമ്മളെല്ലാവരും ഉണ്ട്. ഇത് ലിസ്റ്റ് പൂർണ്ണമല്ല കേട്ടോ, കുറച്ച് അത്രയൊക്കെ പറ്റുള്ളൂ, സ്ഥലം അത്രേ ഉള്ളൂ. ഇവിടെ നോക്ക്, ഇന്ന് കേട്ട വചനം അനുസരിച്ച് ഇവിടെ അഭിഷേകത്തിൽ ശുശ്രൂഷിക്കുന്നവരുടെ മേലുള്ള അതേ പരിശുദ്ധാത്മാവാണ് ഇത് ചെയ്യാൻ വേണ്ടി അവരുടെ മേലും വരുന്നത്. ഇനിയാണ് വലിച്ചടിക്കേണ്ടത്. കർത്താവാരെയും ഒഴിവാക്കിയിട്ടില്ല. ഈ ബോധം വരുന്നതോടുകൂടി തന്നെ ഈ ദൈവദാസന്മാരൊക്കെ എന്താ വലിയ കാറ്റഗറിയും സ്വർഗീയന്മാരും ഞങ്ങളൊക്കെ ഭൂമിയിലേക്ക് ചെല്ല പണികളെടുത്ത് അങ്ങനെയല്ല, എല്ലാറ്റിനും ഒരേ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. അപ്പസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ 120 പേരുടെ മേൽ തീയിറങ്ങി അഭിഷേകം വന്നവർ ശുശ്രൂഷയിലൊക്കെ വന്നു. എന്നാൽ 6-ാം അധ്യായത്തിൽ 7 പേരെ തിരഞ്ഞെടുത്തപ്പോൾ അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്തിന്? കഞ്ഞി സാമ്പാറും വിളമ്പാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിച്ചില്ലേ? നേരത്തെ വായിച്ചില്ലേ? ഇവിടെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരായി. എന്തിന്? ഇപ്പോൾ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഫെലോഷിപ്പ് ഹാളാണ് അല്ലേ? ആ ഫെലോഷിപ്പ് ഹാളിൽ ടേൺ അനുസരിച്ച് പല സോണുകൾ അങ്ങനെയാണെന്ന് തോന്നുന്നു വന്ന് സെർവ് ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും കഞ്ഞിയും പയറും ഒക്കെ ഇട്ട് കൊടുക്കുന്നില്ലേ? അവർ പോലും അപ്പസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം അനുസരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരും നല്ല സാക്ഷ്യമുള്ളവരുമായിരിക്കണം. എന്തിനാണതും കൂടി പറയാം. നല്ല ചൂട് കഞ്ഞിയാണ്, മുമ്പിലിരിക്കുന്ന ആൾ ബദ്ധശത്രുവാണ്. മനഃപൂർവ്വമായിട്ട് കുറേ അങ്ങ് ധാര കോരി അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ആ നല്ല ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരാണ് കഞ്ഞി വിളമ്പേണ്ടത്. ഞാൻ യൂത്ത്സിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, പ്രാങ്ക്സ് ആണ്, എന്നാലും ഞാൻ കണ്ടു. പപ്പടത്തിൻ്റെ മുകളിലോട്ട് ഇത് വെച്ച് കൊടുക്കുന്ന പരിപാടി. അതിനൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ? ഇന്നത്തെ ദൂത് എത്ര പേർക്ക് മനസ്സിലായി? ഒരാളെയും കർത്താവ് തരം താഴ്ത്തിയിട്ടില്ല. ഒരു ഓഫീസിൽ സ്വീപ്പറായിട്ട് ക്ലീനിങ് ചെയ്യുവാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിനക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെ ആത്മനിറവിൽ ഒന്ന് ചെയ്തു നോക്കുക. ആ ഓഫീസ് അനുഗ്രഹിക്കപ്പെടും, ആ കമ്പനി അനുഗ്രഹിക്കപ്പെടും. നിന്നെ പിരിച്ചു വിടാൻ മാനേജ്മെൻറ്റിന് ഭയങ്കര വിഷമം തോന്നും. കാരണം അറിയാം ആ സിസ്റ്റർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഒരു ആവശ്യമായിട്ട് ഇവിടെ ഉണ്ടെന്ന് അറിയാം. ഞാൻ സാധാരണ എല്ലാവരും പറയുന്നുണ്ട്, ആരെങ്കിലും ഓഫീസിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് വേറൊരു കമ്പനിയിലേക്ക് പോകണം, ഇത് വിടില്ല, അതിൻ്റെ അർത്ഥം നിങ്ങൾ നല്ലതാണെന്നല്ലേ? കേട്ടില്ല? ചിലരെങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. അതിൻ്റെ അർത്ഥം എന്താ?
എന്ത് വേണമെങ്കിൽ ബ്ലെസ്സിങ് ടുഡേയിലാണെന്ന് പറയരുത്. എനിക്ക് അത്ര റിക്വസ്റ്റ് ഉള്ളു. ഇവിടത്തെയാണെന്ന് പറയാതിരുന്നത്. ദൈവനാമം ദൂഷിക്കപ്പെടരുത്. ഞാൻ പാലക്കാട്ടുകാരനാണെന്നോ അല്ലെങ്കിൽ കൊയിലാണ്ടിയിൽ നിന്ന് വന്നാണെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ബ്ലെസ്സിങ് ടുഡേ പറയരുത്. ബ്ലെസ്സിങ് ടുഡേ പറയുവാണെങ്കിൽ ദൈവനാമത്തിന് ദോഷം വരുന്ന രീതിയിൽ ഉള്ള വർത്തമാനമോ പെരുമാറ്റമോ ജോലി സ്ഥലത്തുണ്ടാകരുത്. ബ്ലെസ്സിങ് ടുഡേ ആണെന്ന് പറയാം. മര്യാദക്ക് ജീവിച്ച ശേഷം ഞങ്ങളും ഒരു മീറ്റിങ്ങിന് വന്നോട്ടെ എന്ന് നിങ്ങളോട് ചോദിക്കുന്ന രീതിയിൽ അവിടെ ജോലി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു. അല്ലെങ്കിൽ ഐഡന്റിറ്റി വേണ്ട. എഴുന്നേൽക്കാം. ക്ഷമസിസ്റ്റർ ഒന്ന് മൈക്കോട്ട് വന്നേ. ഈ ഇവിടെയുള്ള എല്ലാ സഹോദരിമാർക്കും വേണ്ടിയിട്ട് ക്ഷമ സിസ്റ്റർ പ്രാർത്ഥിക്കാൻ പോകുക. സഹോദരിമാരാണ് ക്ഷമ സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ 2 കൈ ഉയർത്തി പിടിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണെങ്കിലും. ഇപ്പോൾ ചിലർ എനിക്കൊരു ജോലിയില്ല, വീട്ടിലാണ്. വീട്ടിലെ ജോലിയാണ് ഏറ്റവും വലിയ ജോലി. അതറിയില്ലേ? ഒരു വീട്ടമ്മ എന്ന പദവിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജോലി. കൈയടിക്കില്ല. ഞാൻ മുഴുവൻ പറഞ്ഞോട്ടെ. ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി, 2 വലിയ ദേവദാസന്മാരുടെ കഥ പലപ്പോഴും നിങ്ങൾ കേട്ടു. ഈ ജോൺ വെസ്ലിയാണ് മെത്തഡിസ്റ്റ് ചർച്ച് സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ അമ്മ സൂസൻ വെസ്ലിക്ക് 19 മക്കളുണ്ടായിരുന്നു. എത്രയാ? ഇന്ന് 1ഉം 2ഉം അല്ലേ? നാണാവില്ലേ? എത്രയാണിത്? 19 മക്കൾ. പക്ഷേ ഈ 19 മക്കളുമായി ടേൺ അനുസരിച്ച് ഒരു ലിസ്റ്റുണ്ട്. അതനുസരിച്ച് ദൈവജനം പഠിപ്പിക്കാനും ഉപദേശം കൊടുക്കാനുമായി അവൾ സമയം കണ്ടെത്തിയിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞാണെന്ന് തോന്നുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഏപ്രണില്ലേ, കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ഏപ്രൺ, ആ ഏപ്രൺ എടുത്ത് മുകളിൽ ഇങ്ങനെ കെട്ടും. അതിൻ്റെ അർത്ഥം നോബഡി ക്യാൻ ഡിസ്റ്റർബ് മമ്മി. ആ സമയത്ത് അവളുടെ പേഴ്സണൽ ടൈമാണ് പ്രാർത്ഥനയ്ക്ക്. ഉച്ച കഴിഞ്ഞ് ആ സമയത്ത് അവിടെ മുട്ടുകുത്തും. ഒരൊറ്റ കുഞ്ഞുപോലും ബഹളം വയ്ക്കുക ഒന്നും ചെയ്യാൻ പാടില്ല. മമ്മി കർത്താവിനോട് സംസാരിക്കുകയാണ്. 19 എണ്ണത്തിനെയും വളർത്തി. അതിൽ 2 എണ്ണം ജോൺ വെസ്ലിയും ചാൾസ് വെസ്ലി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ചാൾസ് വെസ്ലി 6000 പാട്ടുകൾ എഴുതി കർത്താവിന്. ഹിം ബുക്ക് മുഴുവൻ 6000 ഹിംസ്. ജോൺ വെസ്ലി മെത്തഡിസ്റ്റ് ചർച്ച് സ്ഥാപിച്ചു. ഇന്ന് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് സഭ. ഒരു വീട്ടമ്മ. ചിലർ എനിക്കൊരു ജോലിയില്ല. നീ ഫുൾ ടൈം ജോലിയിലാണ്. ഫുൾ ടൈം ആ കുഞ്ഞുങ്ങളെ ഭർത്താവിനെ നോക്കുന്നതും കാര്യങ്ങൾ നോക്കുന്നതും അതാണ് ഏറ്റവും വലിയ. റാഹേലും ലേയും ചേർന്നത്രേ ഇസ്രായേൽ ഗൃഹത്തെ പണിതത്. അത് ഏറ്റവും വലിയ ജോലിയാണ്. തൊഴിലില്ലായ്മയല്ലത്. ക്ഷമസിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. കർത്താവേ, കൈ ഉയർത്തുക. സഹോദരിമാർ മാത്രം കൈ ഉയർത്തുക. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ വീട്ടുകാര്യങ്ങൾ നോക്കുന്നതിൽ കർത്താവ് ഒരു എക്സലൻസ് ഞങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ വീടുകൾ ഭംഗിയായിട്ട് സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു ഉത്കൃഷ്ടതയുടെ ആത്മാവ് ഇപ്പോൾ ഞങ്ങൾ എല്ലാ സഹോദരിമാരുടെ മേലും കർത്താവെ ഞങ്ങളത് സ്വീകരിക്കാൻ തുടങ്ങിയാലും കർത്താവെ നന്നായി പാചകം ചെയ്യുവാനുള്ള ആ സ്പിരിറ്റ് ഓഫ് എക്സലൻസ് കർത്താവെ ഇപ്പോൾ ഈ എല്ലാ സഹോദരിമാരുടെ മേലും അത് വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുഞ്ഞുങ്ങളെ നന്നായി പരിപാലിക്കുവാനുള്ള, അവരെ പഠിപ്പിക്കുവാനുള്ള, അവരെ കരുതുവാനുള്ള മാതൃത്വത്തിൻ്റെ ശരിയായ ആത്മാവിനെ ഇപ്പോൾ കർത്താവെ ഞങ്ങളുടെ എല്ലാ സഹോദരിമാരുടെ മേലും ഞങ്ങളത് പകരുകയാണ് കർത്താവെ. ഞങ്ങളത് പകർന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. എല്ലാറ്റിലും എക്സലൻസ് കർത്താവെ. അതിഥികളെ കൈകാര്യം ചെയ്യുവാൻ, വീട്ടുകാരെ കൈകാര്യം ചെയ്യുവാൻ, അവൾ സൂക്ഷിച്ച് വീട്ടുകാരുടെ കാര്യമെല്ലാം നോക്കുന്നു എന്ന് പറയുന്ന പോലെ സകലത്തെയും സൂക്ഷിച്ച് നോക്കി കൈകാര്യം ചെയ്യുവാനുള്ള ഒരു എക്സലൻസ് ഭവനത്തിന് അകത്ത് ഈ സഹോദരിമാർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അതോടൊപ്പം തന്നെ കർത്താവെ, ഇവർ ജോലി ചെയ്യുന്ന ജോലി രംഗങ്ങളിൽ കർത്താവെ, അത് മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും IT ഫീൽഡ് ആണെങ്കിലും ബിസിനസ് ഫീൽഡ് ആണെങ്കിലും കർത്താവെ, എഡ്യൂക്കേഷൻ്റെ ഫീൽഡ് ആണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ഇവർ ജോലി ചെയ്യുന്ന ഇടത്ത് കർത്താവ് ഒരു എക്സലൻസ് ഇവർക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ എഴുതുന്നതിൽ ഒരു എക്സലൻസ് ഉണ്ടാകട്ടെ, ഇവർ ടൈപ്പ്
ടൈപ്പ് ചെയ്യുമ്പോൾ കർത്താവ് ഇവരുടെ വാക്കുകളിൽ ഒരു എക്സലൻസ് ഉണ്ടാകട്ടെ, ഇവരുടെ സെന്റൻസ് മേക്കിംഗിൽ ഒരു എക്സലൻസ് ഉണ്ടാകട്ടെ, ഇവർ അയക്കുന്ന മെയിലുകളിൽ എക്സലൻസ് ഉണ്ടാകട്ടെ, ഇവരുടെ അഡ്മിനിസ്ട്രേഷനിൽ എക്സലൻസ് ഉണ്ടാകട്ടെ, ഇവർ നടത്തുന്ന കർത്താവെ കാര്യാദികളിൽ ഒരു എക്സലൻസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും വ്യക്തമായി ചിട്ടയും വൃത്തിയും ഈ വിഷയത്തിൽ ഇവർക്കൊരു എക്സലൻസ് ഉണ്ടാകട്ടെ. ഇതിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവരെ നോക്കി അഭിനന്ദിക്കുന്ന പോലെ, മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡൽ ആകുന്ന പോലെ ഒരു എക്സലൻസ് കർത്താവെ ഇപ്പോൾ ഇവരുടെ മേൽ അങ്ങ് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവേ, ദൈവവേലയുടെ കാര്യത്തിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും ഒരു എക്സലൻസ് എനിക്ക് നൽകണമേ. ഈ ലോകത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതിനേക്കാൾ അധികം കർത്താവേ, ദൈവവേലയുടെ കാര്യത്തിൽ ഉത്തമമായ വിധത്തിൽ, ഉത്കൃഷ്ടമായ വിധത്തിൽ ഒരു എക്സലൻസ് എനിക്ക് നൽകണമേ. എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭയുടെയും ലീഡർഷിപ്പ് ഈ സമയത്ത് സഹോദരിമാർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും, എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്ന സമയത്തെക്കാൾ അധികം സമയം ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ ആ എക്സലൻസിലേക്ക് ഞാനിപ്പോൾ കാൽ ചുവടുകൾ എടുത്തു വെക്കുകയാണ് കർത്താവേ. എല്ലാ സഹോദരിമാർക്കുമായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സഭയിൽ, അവരുടെ സൺഡേ സ്കൂൾ ടീച്ചിങ്ങിൽ, കർത്താവ് യൂത്തിന്റെ ക്ലാസ്സുകളിൽ വോളണ്ടിയേഴ്സായി നിൽക്കുന്നിടത്ത്, കഞ്ഞി വിളമ്പുന്നിടത്ത്, കർത്താവ് മറ്റേത് ശുശ്രൂഷകൾ, പ്രാർത്ഥനകൾ നയിക്കുന്നിടത്ത്, എല്ലായിടത്തും കർത്താവെ ഒരു ഉത്കൃഷ്ട മനോഭാവം ഇവർക്കുണ്ടാകട്ടെ. ആ സ്പിരിറ്റ് ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. കർത്താവെ, അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ ദാസനോടുകൂടെ ചേർന്ന് ഈ പെൺമക്കളെ ഞങ്ങൾ ഇപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു കർത്താവെ. ബ്ലെസ്സിംഗ് ടുഡേയിലെ പെൺകുട്ടികൾ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറയട്ടെ. ബ്ലെസ്സിംഗ് ടുഡേയിലെ പെൺകുട്ടികൾ എക്സലന്റ് എന്ന് പറയട്ടെ. അവരായിരിക്കുന്ന എല്ലാ മേഖലകളിലും അവർ എക്സലന്റ് ആകട്ടെ. ജീസസ് ലോർഡ്, യേശുവിന്റെ നാമത്തിൽ ചെറുപ്പക്കാരായ പെൺകുട്ടികളെ നോക്കി ഞാൻ പ്രഖ്യാപിക്കുകയാണ്, മീഡിയകളിൽ, പ്രസ് മീറ്റുകളിൽ കർത്താവ് യേശുവിന്റെ നാമത്തിൽ പ്രിന്റ് മീഡിയയിൽ അവരുടെ പേരുകൾ വരട്ടെ. അവരുടെ എക്സലൻസ് രാജ്യം വാഴ്ത്തട്ടെ, ഗവൺമെന്റ് ഉയർത്തട്ടെ, മീഡിയകൾ ഉയർത്തട്ടെ, സമൂഹം തിരിച്ചറിയട്ടെ. ഞങ്ങൾ അത് റിസീവ് ചെയ്യുന്നു കർത്താവേ. സഹോദരന്മാർ കൈകൾ ഉയർത്തി പിടിക്കാം. സഹോദരന്മാർ കൈകൾ ഉയർത്താം. വിവിധ മേഖലകളിൽ ഫങ്ഷൻ ചെയ്യുന്നവരുടെ മേൽ ഇന്നു മുതൽ ഓഗസ്റ്റ് 16 മുതൽ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ളൊരു വലിയ കൃപ കർത്താവ് പകരാൻ പോവുക. നിങ്ങളേത് മേഖലയിലാണെങ്കിലും അവിടെ ഏറ്റവും ഉത്കൃഷ്ടതയിലേക്ക് നടക്കേണ്ടതിന് എത്രത്തോളം കൈ ഉയർത്താമോ അത്രയും കൈ ഉയർത്തുക. ആ സീലിങ്ങിൽ ഇങ്ങ് പോയി തൊട്ടാലും കുഴപ്പമില്ല, അത്ര ഉയർത്തുക. സ്ട്രെച്ച് സ്ട്രെച്ച് സ്ട്രെച്ച്. നന്നായിട്ട് നീട്ടിക്കോ, നീളം കൂടട്ടെ, ഉയരം കൂടട്ടെ. കർത്താവേ, ഈ കൈ ഉയർത്തിയിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവർക്ക് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന സ്കിൽ ഡെവലപ്പ് ചെയ്യാനും കർത്താവിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി അത് ഉപയോഗിക്കാനും ഇന്ന് മുതൽ വിശേഷ കൃപ ഉണ്ടാകട്ടെ. എല്ലാവരും ചേർന്ന് കൈ ഉയർത്താമോ? എനിക്ക് തോന്നുന്നൊരു വലിയ ആഴമേറിയ വചനം വ്യക്തമായി മനസ്സിലായെങ്കിൽ ഹൃദയത്തിനകത്ത് ആഴമേറിയൊരു സമർപ്പണം എൻ്റെ കർത്താവിന് വേണ്ടി. ഹാബേൽ ഉത്തമ യാഗം കഴിച്ചു. എക്സലന്റ് സാക്രിഫൈസ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഹാബേൽ ചേട്ടൻ കയ്യിനത് ചെയ്തില്ല. എത്ര പേർ കൈ ഉയർത്തി പറയും, കർത്താവേ, മൈ സാക്രിഫൈസ് വിൽ ബി എക്സലന്റ് ഫോർ യു. തരംതാണതൊന്നും ഞാൻ കർത്താവ് നിനക്ക് തരില്ലപ്പാ. കൈ ഉയർത്തുമ്പോൾ ഇന്ന് മുതൽ ഞാൻ എന്ത് ചെയ്താലും അത് ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടിയാണ്, ദൈവത്തിൻ്റെ അധിവാസത്തിന് വേണ്ടിയാണ്, ദൈവസഭയ്ക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല എന്നുള്ളൊരു തീരുമാനത്തോടുകൂടി കൈ ഉയർത്തി ഒരു സമർപ്പണ പ്രാർത്ഥന എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാലും. ഇതിനകത്ത് കുക്കീസ് ഉണ്ടാക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ കുറേയധികം കുക്കീസ് ഉണ്ടാക്കി വിറ്റ് ആ കാശ് മിഷൻസിന് കൊടുക്കുക. ഇതുവരെ സുവിശേഷം കേട്ടിട്ടില്ലാത്തവരുടെ അടുക്കിലേക്ക് സുവിശേഷം എത്താൻ, നീ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതിൻ്റെ പ്രതിഫലം വാങ്ങാൻ, നന്നായി പാചകം ചെയ്യാൻ കഴിവുള്ളവർ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് വീട്ടുകാർക്ക് മാത്രമല്ല, ഗസ്റ്റിന് മാത്രമല്ല,
അത് വിറ്റ് കാശാക്കി കർത്താവിന് കൊടുക്കുക, ദൈവവിലയ്ക്ക് കൊടുക്കുക. ഇതുപോലെ എല്ലാം ഉദാഹരണം പറഞ്ഞതാ. കൈകൾ ഉയർത്തി കർത്താവെ, എല്ലാവരും ഒന്ന് കൈ ഉയർത്തി എന്നോട് ചേർന്ന് പറഞ്ഞ്, യേശുവേ, അങ്ങ് തന്ന പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് തന്ന എൻ്റെ എല്ലാ കഴിവുകളും ഞാനിപ്പോൾ അങ്ങയുടെ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. എൻ്റെ കഴിവുകളെ വികസിപ്പിക്കുവാനും അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്ന് നടത്തണമേ. കരങ്ങളിങ്ങനെ വീശി 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 ദൈവത്തിന് നന്ദി പറയാമോ? വീശി വീശി ദൈവത്തിന് നന്ദി പറയാമോ? താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എല്ലാവരും ആ കഴിവുകൾക്കായി നന്ദി പറയാമോ? ഈ ഹാബേലിൻ്റെ യാഗം പോലെ എല്ലാ ഹൃദയങ്ങളിൽ നിന്നും അത് ഉയരട്ടെ. ഹാബേലിൻ്റെ യാഗം പോലെ ഉയരട്ടെ, ഉയരട്ടെ, ഉയരട്ടെ. ഹാബേലിൻ്റെ യാഗം പോലൊരു യാഗം. ഇപ്പോൾ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിലും അത് സംഭവിക്കട്ടെ. ഈ പ്രാർത്ഥനയുടെ സമയത്ത് എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിലും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ട്രിവാൻഡ്രം ബ്ലെസ്സിംഗ് സെന്ററിൽ കരങ്ങൾ വീശുന്നവരുടെ മേൽ അകൃപ ഇപ്പോൾ വന്നിറങ്ങട്ടെ. സുൽത്താൻ ബത്തേരിൽ അത് സംഭവിക്കട്ടെ, മാവേലിക്കരയിൽ അത് സംഭവിക്കട്ടെ, നിലമ്പൂരിൽ അത് സംഭവിക്കട്ടെ, കരുനാഗപ്പള്ളിയിൽ അത് സംഭവിക്കട്ടെ, പെരുമ്പാവൂരിൽ അത് സംഭവിക്കട്ടെ, രാജാക്കാട് അത് സംഭവിക്കട്ടെ, മൂവാറ്റുപുഴയിൽ സംഭവിക്കട്ടെ, കോഴഞ്ചേരി റിസീവ് റിസീവ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. തിരുവല്ലയിൽ അത് സംഭവിക്കട്ടെ, വർക്കലയിൽ അത് സംഭവിക്കട്ടെ, വെള്ളനാട് അത് സംഭവിക്കട്ടെ, അടൂരിൽ അത് സംഭവിക്കട്ടെ, ഷൊർണൂരിൽ സംഭവിക്കട്ടെ, കൊല്ലത്ത് അത് സംഭവിക്കട്ടെ, മാനന്തവാടിയിൽ സംഭവിക്കട്ടെ, തോപ്പുംപടിയിൽ അത് സംഭവിക്കട്ടെ, കോട്ടയത്ത് അത് സംഭവിക്കട്ടെ, പാലക്കാട് അത് സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മുണ്ടക്കയത്ത് സംഭവിക്കട്ടെ, ആറ്റിങ്ങലിൽ സംഭവിക്കട്ടെ, ആലപ്പുഴയിൽ സംഭവിക്കട്ടെ, അടിമാലിൽ സംഭവിക്കട്ടെ, അഞ്ചലിൽ സംഭവിക്കട്ടെ, തൃശ്ശൂരിൽ സംഭവിക്കട്ടെ. ഇന്ന് ഈ സ്ക്രീനിലുള്ളവരും ഇല്ലാത്തവരുമായ എല്ലാവരുടെ മേലും ഞങ്ങളത് പകരുകയാണ്. ഞാൻ ഒരു കാര്യം സ്വകാര്യമാണ്. ഹൃദയം പൂർണ്ണമായി ഇന്ന് യേശുവിന് കൊടുക്കാൻ താല്പര്യമുള്ളവർ ഒത്തിരി പേരും കൊടുത്തവരാണ്. അപ്പോൾ തന്നെ ചിലപ്പോൾ ആദ്യമായി വന്നവരാകാം, ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. പക്ഷേ യേശു ഭൂമിയിലേക്ക് വന്നത് നിങ്ങളെയും രക്ഷിക്കാനാണ്. ഒരു രക്ഷകനേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ പിടിക്കുക. ഒരു നാമമേ ഉള്ളൂ. പറ, ഒരു രക്ഷകനേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ, ഒരു മധ്യസ്ഥനേ ഉള്ളൂ. ഒന്നുകൂടെ, ഒരു ദൈവമേ ഉള്ളൂ, ഒരു മധ്യസ്ഥനേ ഉള്ളൂ, ഒരു രക്ഷകനേ ഉള്ളൂ, ഒരു കർത്താവേ ഉള്ളൂ, ഒരു നാമമേ ഉള്ളൂ. ഉറക്കെ വിളിക്കാം, യേശു. നെഞ്ചിൽ കൈവച്ച് ചേർന്ന് പറയും, യേശുവേ, എന്നെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിലേക്ക് എന്റെ സ്ഥാനത്ത് മരിക്കുവാൻ അങ്ങ് വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ രക്ഷകനായി, എൻ്റെ കർത്താവായി അങ്ങേ സ്വീകരിച്ച് ഞാൻ ഏറ്റുപറയുന്നു. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കുന്നതിനാൽ നന്ദി പറയുന്നു. വചനമനുസരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ അനുസരിച്ച് കൂട്ടായ്മയിൽ നിലനിന്ന് അന്ത്യം വരെ എൻ്റെ വിശ്വാസം കാക്കുമെന്ന് ഞാനിപ്പോൾ തീരുമാനിച്ച് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ.